ഓക്കെ, ഇതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്നുള്ള കാര്യം. സോ ഇന്നലത്തെ സെഷൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. സോ ലാസ്റ്റ് ഡേയിലെ സെഷൻ കാണാത്തവർ അറിയണം, നമ്മളൊരു ഇത് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഇപ്പോൾ ഇല്ല, ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കഴിഞ്ഞ പാർട്സിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. സോ ആ ലിങ്ക് നിങ്ങൾ എല്ലാവരും കാണുക, എല്ലാവരും ശ്രമിച്ച് നോക്കുക. ആൻഡ് സോ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ. സോ ബേസിക്കലി എന്നത്തെയും പോലെ ബാക്കി ആൾക്കാർ വരുന്നത് വരെ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ വെച്ച് പറഞ്ഞു വരാം. ഓക്കെ, സോ ഇറ്റ് നെവർ ഗെറ്റ് ഈസിയർ. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി യാത്ര ചെയ്യുമ്പം, എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് വേണ്ടി യാത്ര ചെയ്യുന്ന ആളുകളാണ് അല്ലേ. എന്താ എല്ലാവരുടെയും ലക്ഷ്യം? ഡെഫിനറ്റായിട്ട് ഒരു ഡോക്ടർ ആവണം എന്നുള്ളതാണ് എല്ലാവരുടെയും ലക്ഷ്യം. ആൻഡ് വലിയ ലക്ഷ്യത്തിലേക്ക് വേണ്ടി നമ്മൾ യാത്ര ചെയ്യുമ്പം നമ്മൾ ഒരിക്കലും ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസത്തിലേക്ക് പോകുമ്പോൾ ഇന്നും കൂടിയുള്ള എൻ്റെ കഷ്ടപ്പാട്, നാളെ മുതൽ എൻ്റെ കഷ്ടപ്പാട് തീരും, നാളെ മുതൽ ഈസി ആയിരിക്കും, മറ്റന്നാൾ ഈസി ആയിരിക്കും, അത് കഴിഞ്ഞിട്ടുള്ള ഈസി ആയിരിക്കും എന്നുള്ള ആ ഒരു തോട്ടില്ലേ, അത് നിങ്ങളങ്ങ് മാറ്റണം. അങ്ങനെയല്ല, ഇന്ന് നിങ്ങൾക്ക് പാടാണെങ്കിൽ നാളെ നിങ്ങൾക്ക് ഇതിലും പാടായിരിക്കും. പക്ഷെ നമുക്ക് എന്താ വേണ്ടത്? നമുക്കൊരു ലക്ഷ്യമുണ്ട്. ചെറിയ ലക്ഷ്യമല്ല, വലിയ ലക്ഷ്യമൊന്നും നമുക്കുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോകേണ്ട ആളുകളാണ്. സോ നിങ്ങളിത് മനസ്സിലാക്കണം. ഇറ്റ് നെവർ ഗെറ്റ് ഈസിയർ. ഒരിക്കലും ഇത് ഈസി ആവില്ല. ആൻഡ് ഹൗ ക്യാൻ വി ഓവർകം ദി സിറ്റുവേഷൻ? നമ്മൾ സ്ട്രോങ് ആവും. ഓരോ ദിവസവും നമ്മുടെ വർക്കിലൂടെ, നമ്മുടെ ഹാർഡ് വർക്കിലൂടെ, നമ്മുടെ ഡെഡിക്കേഷനിലൂടെ നമ്മൾ സ്ട്രോങ്ങർ ആവുകയാണ് ചെയ്യുക. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് തിങ്. ഇതൊരു ലൈഫിനെ സംബന്ധിച്ചിട്ട്, ഈ പഠിത്തത്തിനെ മാത്രമല്ല, ലൈഫിൽ എല്ലാത്തിനെയും സംബന്ധിച്ചിട്ടാണ്. ഇപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, ഓക്കെ ഇന്ന് എൻ്റെ ക്ലാസ് ഇങ്ങനെയായിരിക്കും, നാളെ എൻ്റെ ക്ലാസ് ഇങ്ങനെയായിരിക്കും, ഇന്ന് എൻ്റെ ഹോസ്പിറ്റലിൽ ഇങ്ങനെയായിരിക്കും, ഇന്ന് എനിക്ക് ഇത്ര പേഷ്യൻസ് ഉണ്ടാവും, നാളെ മുതൽ ഇത് കൂടുതൽ പേഷ്യൻസും ആൾക്കാരൊക്കെ വരും എന്നൊക്കെ ഞാനിങ്ങനെ വെറുതെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറും വെറുതെ. അങ്ങനെയൊന്നും അല്ല. അതൊക്കെ ഓരോ ദിവസം കൂടുമ്പോഴും കാര്യങ്ങൾ എങ്ങനെയായി വരും? ഡിഫിക്കൽട്ടായി വന്നുകൊണ്ടേയിരിക്കും. ആൻഡ് വാട്ട് ഈസ് ചേഞ്ചിങ്? നമ്മൾ ചേഞ്ച് ആവും. നമ്മൾ എങ്ങനെ ചേഞ്ച് ആവും? വി വിൽ ബി ഗെറ്റിംഗ് മോർ ആൻഡ് മോർ സ്ട്രോങ്ങർ. ഓരോ ദിവസം ചെല്ലും തോറും നമ്മൾ മോർ ആൻഡ് മോർ സ്ട്രോങ്ങറായി, നമ്മൾ അടിപൊളിയായി ഇതിനെയൊക്കെ നേരിടാൻ പാകത്തിനാവുകയാണ്. സോ ഐ ഹോപ്പ് ഇന്ന് നമ്മൾ വിചാരിച്ചത്ര ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ക്യാൻ വി സ്റ്റാർട്ട് ഗൈസ്? സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ദാറ്റ് ഈസ് റെപ്ലിക്കേഷൻ ആണ്. ആൻഡ് വൺസ് അഗെയിൻ ഐ എം ടെല്ലിംഗ് ലൈക്ക് ദിസ് ഈസ് പാർട്ട് 2 ഓഫ് ദിസ് ലെക്ചർ സീരീസ്. ആൻഡ് ഇത് രണ്ടാമത്തെ പാർട്ടാണ്. ആൻഡ് യെസ്റ്റർഡേ ദെയർ വാസ് എ പാർട്ട് 1. ആൻഡ് ഇൻ ദ പാർട്ട് 1 ഞാൻ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ടു ജെനറ്റിക്സ് ഞാൻ പറഞ്ഞിരുന്നു. ആൻഡ് ദിസ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് വീഡിയോ. ഇത് നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ യു ഹാവ് ടു വാച്ച്. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് കാണുക, അല്ലെങ്കിൽ ലൈവ് കഴിഞ്ഞിട്ട് കാണുന്നവർ അത് കണ്ടതിന് ശേഷം ഇത് കാണുക. ഇൻട്രൊഡക്ഷൻ പ്ലസ് പാക്കേജിംഗ് ഓഫ് DNA ആയിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നത്. ആൻഡ് ഹൗ വാസ് ദ ക്ലാസ്? എനിക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് കുറേ പേര് നല്ല പോസിറ്റീവായിട്ടുള്ള കുറച്ച് റിവ്യൂസ് ഒക്കെ പറഞ്ഞു തന്നിരുന്നു. ആൻഡ് ഐ ആം വെരി ഹാപ്പി ഓൾസോ. നിങ്ങളെ എനിക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങളിത് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതിൽ ഐ ആം വെരി വെരി ഹാപ്പി. ആൻഡ് സോ ഷഹർഷദ വരുന്നു, ഗുഡ് ഈവനിങ് സാർ. ജുലൈജ വരുന്നു, അർച്ചന വരുന്നു. സോ എവരിബഡി. ഇഷ വരുന്നു, ഇഷയൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു കേട്ടോ. ഐ എം നോട്ടീസിങ് യു. ഹിബ KVP വരുന്നു. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് വൺസ് അഗെയിൻ ഐ എം ജസ്റ്റ് ടെല്ലിങ് ലൈക്ക് നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എന്നെയും കൂടി സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് ഇടുക വീഡിയോയ്ക്ക്, അതിലൊരു കമൻറ്റ് ഇടുക, എന്തെങ്കിലും ഒരു കമൻറ്റ്. ദാറ്റ് ഈസ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, വാട്ട് യു ആർ അണ്ടർസ്റ്റാൻഡിങ് ഓർ വാട്ട് യു ആർ ഗെറ്റിംഗ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ കാര്യം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഒരു കമൻറ്റ് വഴി എന്നെ അറിയിക്കുക. ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യുക. വെരി വെരി താങ്ക് ഫോർ ദിസ് തിങ്. ആൻഡ് ബേസിക്കലി നമ്മളുടെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. ആസ് യൂഷ്വൽ വി ആർ സ്റ്റാർട്ടിങ് ടു അവർ ടോപ്പിക്. ആൻഡ് എന്തെങ്കിലും ഒരു ഡൗട്ടുകളോ എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കുക. ആൻഡ് ദിസ് ഈസ് അവർ ഫസ്റ്റ് ടോപ്പിക് ഹിയർ ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട് ഈസ് റെപ്ലിക്കേഷൻ. നമ്മൾ ആദ്യം അത് മനസ്സിലാക്കണം. നമ്മളൊരു കാര്യം പഠിക്കാൻ പോകുമ്പോൾ എന്താണ് റെപ്ലിക്കേഷൻ എന്ന് പഠിക്കണം. സോ ഇന്നലെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, എല്ലാ ജീവജാലങ്ങളുടെയും, അതായത് എൻറ്റയർ ബയോളജിയുടെ നെടും തൂണായിട്ട് സെൻറ്ററിൽ നിൽക്കുന്ന ഒരു തൂണുണ്ട് ഇല്ലേ. വാട്ട് ഈസ് ദാറ്റ് പില്ലർ, സെൻട്രൽ പില്ലർ ഓഫ് ബയോളജി? യെസ്, ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? സെൻട്രൽ ഡോഗ്മ. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? സെൻട്രൽ ഡോഗ്മ ഓഫ് ബയോളജി നമ്മൾ വിളിക്കും. സെൻട്രൽ ഡോഗ്മ എന്ന് വിളിക്കുന്ന സെൻട്രൽ ബയോളജി സെൻട്രൽ പില്ലർ ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ് സെൻട്രൽ പില്ലർ? ആരെങ്കിലും പറഞ്ഞു തരുമോ? ദാറ്റ് വാസ് വാട്ട് വി ആർ ടെല്ലിങ്. നമ്മുടെ അവിടെ DNA ഉണ്ട്. DNA വിൽ ബി കൺവേർട്ടഡ് ടു RNA. And RNA will be converted to protein, and this protein is the functional molecule. This is a central pillar, right? This is doing the function. ഇതായിരുന്നു നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ഏറ്റവും ബേസിക് ആയിട്ടുള്ള തീമായിട്ടുള്ള കൺസെപ്റ്റ് ഇതായിരുന്നു. ആൻഡ് ഹിയർ നമ്മുടെ റെപ്ലിക്കേഷൻ്റെ റോള് എന്താണെന്നുള്ളത് ചോദിക്കുക. ആക്ച്വലി ഇൻ ദിസ് സെൻട്രൽ ഡോഗ്മ പാർട്ട് ഇതിനകത്ത് റെപ്ലിക്കേഷൻ വരുന്നില്ല. ആക്ച്വലി വേർ ഇസ് റെപ്ലിക്കേഷൻ നമ്മൾ NCERT പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ദിസ് ഇങ്ങനെ ഒരു ആരോ, ഞാനിപ്പോൾ ഗ്രീൻ നിറത്തിലിട്ട ഒരു ആരോ വഴിയിട്ടാണ് കാണിക്കുക. സോ വാട്ട് ഇറ്റ് ഈസ് ഒക്കറിങ് ഇസ് ദാറ്റ് തിങ്. സോ നമ്മുടെ സെൽ ഡിവിഷൻ്റെ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം,
മനസ്സിലാക്കണം, സെൽ ഡിവിഷൻ. ദിസ് ഈസ് എ പ്രോബ്ലം, ദിസ് ഈസ് എ തിങ് ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സെൽ ഡിവിഷൻ. സെൽ ഡിവൈഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ DNA ഡിവൈഡ് ചെയ്യും, രണ്ട് പാർഷനായിട്ട് DNAs ഡിവൈഡ് ചെയ്യും. ഇറ്റ് വിൽ ബി സെപ്പറേറ്റിംഗ്, ന്യൂ DNA ഫോം ചെയ്യും. സോ ഇറ്റ് ഈസ് ലൈക്ക് ഇനീഷ്യലി ഒരു DNA മോളിക്യൂൾ ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ ജസ്റ്റ് പറയുകയാണ്, ഇനീഷ്യലി ഒരു DNA മോളിക്യൂൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ DNA സ്പ്ലിറ്റ് ആയിട്ട് ഒരു DNA മോളിക്യൂൾ ഉണ്ടാകും, അതുപോലെ പുതിയൊരു DNA മോളിക്യൂൾ ഉണ്ടാകും. സോ 2 DNA ആവും. ടോട്ടൽ എത്ര DNA ആവും? 2 DNA ആവും. സോ ദിസ് ഈസ് ഹാപ്പനിങ് എപ്പോൾ നടക്കും? ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ ദ സെൽ ഡിവിഷൻ ഫേസ് ആണ്. എക്സാക്ട്ലി സ്പീക്കിംഗ് ദ സിന്തസിസ് ഫേസ് ഓഫ് സെൽ ഡിവിഷനിലാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. സോ ബേസിക്കലി ഞാൻ പറയുകയാണെങ്കിൽ വാട്ട് ഈസ് റെപ്ലിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ക്യാൻ ടെൽ എ സിമ്പിൾ ആൻസർ. റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു DNAയിൽ നിന്ന് വേറൊരു ന്യൂ DNA ഉണ്ടാവുന്ന പ്രോസസ്സിനെയാണ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ ദർ ഇസ് എ DNA ഈസ് ഫോംഡ് ഫ്രം എ ന്യൂ DNA. ഇത്രയേ ഉള്ളൂ, മനസ്സിലാക്കുക. ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ഓൾഡ് DNAയിൽ നിന്ന് ഒരു പുതിയ DNA കൂടി ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? റെപ്ലിക്കേഷൻ. സോ ഇന്നലത്തെ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഐ എം വെരി താങ്ക്ഫുൾ. ഓക്കെ, സോ എന്താ പറയുക, ലൈക്ക് ഭയങ്കര താങ്ക്ഫുൾ ആണ് നിങ്ങളോട് എല്ലാവരും. നിങ്ങളും തരുന്ന സപ്പോർട്ട് ഓക്കെ, ഭയങ്കര നല്ല അടിപൊളി സപ്പോർട്ട് തരുന്നുണ്ട്. ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ് തിങ്. ആൻഡ് ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഇത് എത്തിക്കുക കേട്ടോ. ദാറ്റ് ഈസ് വൺ റിക്വസ്റ്റ് ഐ ഹാവ് ടു പുട്ട്. ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഇവിടെ ഈ DNA നിന്ന് പുതിയ DNA ഉണ്ടാവുന്നതിനെ പറ്റി ആദ്യം പറഞ്ഞിട്ടുള്ള ആൾ ആൻഡ് വെരി ഫെമിലിയർ പേഴ്സൺ ആണ്. ദാറ്റ് പേഴ്സൺ ഈസ് നോൺ ആസ് വാട്ട്? വാട്സൺ ആൻഡ് ക്രിക്കിൻ്റെ അതർ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? ഏറ്റവും വലിയ അതർ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? അവർ പറഞ്ഞ ആളാണ് സ്ട്രക്ചർ ഓഫ് DNA പറഞ്ഞ ആളുകൾ ഉള്ളായിരുന്നു. സ്ട്രക്ചർ ഓഫ് DNA ഇവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. യെസ് ഓർ നോ? സ്ട്രക്ചർ ഓഫ് DNA ഇവരല്ലേ പറഞ്ഞു തന്നത്? വാട്സൺ ആൻഡ് ക്രിക്ക് സ്ട്രക്ചർ ഓഫ് DNA പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ സ്ട്രക്ചർ ഓഫ് DNA പറഞ്ഞു തീർന്ന അതേ സമയത്ത് അറ്റ് ദ സെയിം ഇയർ, ഒരേ വർഷത്തിൽ തന്നെ, ഇയർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ആ സമയത്ത് ഇവർ ഒരു റെപ്ലിക്കേഷൻ്റെ മോഡൽ കൂടി പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റെപ്ലിക്കേഷൻ. നമ്മൾ എന്താ വിളിക്കുക? സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റെപ്ലിക്കേഷൻ. സോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബയോളജി പഠിപ്പിക്കുന്ന സമയത്ത് വാട്ട് ഐ റിയലി യൂസ് ഈസ് ദാറ്റ്, നമ്മൾ ആ വാക്കുകളുടെ മീനിങ്, ഇവർ ഓരോന്നും യൂസ് ചെയ്യുന്ന ആ വാക്കിൻ്റെ മീനിങ്, വാട്ട് ഈസ് ആക്ച്വലി മീനിങ് എന്നുള്ളതാണ് ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു ഏരിയ. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റെപ്ലിക്കേഷൻ? ആര് പറഞ്ഞു തരും? സെമി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ആര് പറഞ്ഞു തരും? വാട്ട് ഈസ് സെമി എന്ന് പറഞ്ഞാൽ എന്താണ്? ആര് പറഞ്ഞു തരും? ഹു വിൽ ബി ടെല്ലിങ് മീ വാട്ട് ഈസ് സെമി എന്താണ്? സെമി എന്താ? നമ്മൾ കേട്ടില്ലേ? സെമി ഫൈനൽ, സെമി സർക്കിൾ എന്ന് കേട്ടിട്ടുണ്ട്, സെമി ഫൈനൽ എന്ന് കേട്ടിട്ടുണ്ട്. വാട്ട് ഈസ് സെമി സോളിഡ് എന്ന് കേട്ടിട്ടുണ്ട്. സോ ആക്ച്വലി സെമി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഹാഫ് എന്നാണ് അർത്ഥം. എന്താണ് അർത്ഥം? ഹാഫ് എന്നാണ് അർത്ഥം. സെമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജിയിൽ ഇയേഴ്സ് പഠിക്കണം. യെസ്, ഇമ്പോർട്ടൻ്റ് ആണ്. ദർ വാസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇയേഴ്സ് ഓർത്ത് വെക്കണം. ആൻഡ് ഡെഫിനറ്റ്ലി ഐ വിൽ ബി ഓൾസോ ഹെൽപ്പിംഗ്. ഓക്കെ, ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി ടാബിലാണെങ്കിൽ ഞാൻ ജനറ്റിക്സിലെ എല്ലാ ഇയേഴ്സും വെച്ചിട്ട് ഒരു ടൈം ലൈൻ ഉണ്ടാക്കിയിട്ട് ഷെയർ ചെയ്ത് തരാം. സോ ദാറ്റ് വിൽ ബി വെരി ഹെൽപ്പിംഗ് ഫോർ യു. ഓക്കെ, സോ ഇത് ഹാഫ് ആണ്. ആൻഡ് കൺസർവേറ്റീവ്, നമുക്കറിയാം കൺസർവേഷൻ എന്നാണ്, സംരക്ഷിക്കുക എന്നുള്ള അർത്ഥം. സോ വാട്ട് ഈസ് ദാറ്റ് തിങ്? പകുതിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള മോഡ് ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പകുതിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള. സോ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? NCERT-യിൽ ഇതാ ഇങ്ങനെ ഒരു പടം കൊടുത്തിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്. ദിസ് ഈസ് ആൻ NCERT ഫിഗർ. സോ എന്താണ് സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റെപ്ലിക്കേഷൻ? അതാണ് നമ്മൾ ആദ്യം പഠിക്കുക കേട്ടോ. സോ നോക്ക്, സപ്പോസ് ഇവിടെ ഒരു DNA മോളിക്യൂൾ ഉണ്ടായിരുന്നു. നമുക്ക് DNA പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം DNA-ക്ക് എത്ര സ്റ്റാൻഡ് ഉണ്ട്? DNA is a double stranded molecule. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം അല്ലേ? 2 സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഒരെണ്ണത്തിന് 5' to 3' എന്ന ഡയറക്ഷൻ ആണെങ്കിലും മറ്റേതിൻ്റെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. നമ്മൾ ആൻറ്റി പാരലൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് 3' to 5'. നമ്മളിത് ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ആൻഡ് ഇതിനെ രണ്ടെണ്ണത്തിനെ കൂടെ ബോണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഹൈഡ്രജൻ ബോണ്ട്സ് ഉണ്ട്. അഡനിനും തൈമിനും ഗ്വാനിനും സൈറ്റോസിനും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടുകൾ വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ യോജിപ്പിച്ചിട്ടുണ്ടാവും. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് എ DNA. ഇതാണ് ഒരു DNA ഉണ്ടായിരുന്നത്. ആൻഡ് ഈ DNA റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു സ്ട്രാൻഡ്, ഇതെനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, ഇതിൻ്റെ ഒരു സ്ട്രാൻഡ് സെപ്പറേറ്റഡ് ആവും ആൻഡ് അടുത്ത സ്ട്രാൻഡ് സെപ്പറേറ്റഡ് ആവും. 2 സ്ട്രാൻഡും 2 ആയിട്ടങ്ങ് മാറും. എങ്ങനെ മാറും എന്ന് കാണിച്ചു തരാം. നോക്കിക്കോ, ഇവിടെ നോക്കിയിട്ട് ഒരു സ്ട്രാൻഡ് ഇങ്ങോട്ട് പോകും, ഒരു സ്ട്രാൻഡ് ഇങ്ങോട്ട് പോകും. സോ നോക്ക്, ആദ്യം നമ്മൾ വരച്ച സ്ട്രാൻഡ്, അതായത് ഈ ഒരു സ്ട്രാൻഡ് ഏതായിരുന്നു ഡയറക്ഷൻ? 5' to 3' ഉള്ള ഒരു സ്ട്രാൻഡ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് മേളിലേക്ക് മാറി നിൽക്കും. അതുപോലെ നെക്സ്റ്റ് സ്ട്രാൻഡ്, വാട്ട് ഈസ് ആ സ്ട്രാൻഡിൻ്റെ പൊളാരിറ്റി എത്രയായിരുന്നു? 3' to 5' ഉണ്ടായിരുന്നു. ആ സ്ട്രാൻഡ് അങ്ങ് മാറി നിൽക്കും. 2 സ്ട്രാൻഡും 2 ആയിട്ട് അങ്ങ് സെപ്പറേറ്റ് ചെയ്യും. ക്യാൻ യു സീ ദാറ്റ് തിങ്? ഈ 2 സ്ട്രാൻഡ് 2 ആയിട്ട് അങ്ങ് സെപ്പറേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ന്യൂ സ്ട്രാൻഡ് ഫോം ചെയ്യും, പുതിയ സ്ട്രാൻഡ് ഫോം ചെയ്യും. പുതിയ സ്ട്രാൻഡ് എങ്ങനെയാണ് ഫോം ചെയ്യാമെന്നറിയോ? ഈ പഴയ സ്ട്രാൻഡിന് ലൈക്ക്
എന്തായിട്ട് കോംപ്ലിമെൻ്ററി ആയിട്ട് ഫോം ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയുകയാണ് ഇവിടെ ATGC എന്നായിരുന്നു കോഡെങ്കിൽ, ഇവിടെ ATGC എന്ന കോഡെങ്കിൽ പുതിയ സ്ട്രാൻഡ് ഉണ്ടായി വരുമ്പോൾ ഈ എയ്ക്ക് പാരലായിട്ട് ഇവിടെ വരും T വരും, ഈ Tക്ക് പാരലായിട്ട് വരും അഡെനിൻ വരും, ഈ Gക്ക് പാരലായിട്ട് സൈറ്റോസിൻ വരും, ഇതിന് പാരലായിട്ട് ഗ്വാനിൻ വരും. എന്നിട്ടൊരു പുതിയ സ്ട്രാൻഡ് ഉണ്ടായി വരും. വാട്ട് വിൽ ബി ദ പൊളാരിറ്റി ഓഫ് ദി സ്ട്രാൻഡ്? ഇത് 5' ഇവിടെയും 3' ഇവിടെയുമാണ്. സോ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വരിക. 3' ഇവിടെയും 5' ഇവിടെയും തമ്മിൽ പുതിയൊരു സ്ട്രാൻഡ് ഫോം ചെയ്തു തന്നു. ഓക്കെ, സപ്പോസ് ഞാൻ പറയുകയാണ് ഇതൊരു ആക്ടിവിറ്റിയാണ് കേട്ടോ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ സ്ട്രാൻഡിലുള്ളത് ATGC ആയിരുന്നെങ്കിൽ ഈ സ്ട്രാൻഡിൽ എന്തായിരിക്കും ഉണ്ടാവുക? താഴത്തെ സ്ട്രാൻഡിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഈ എയ്ക്ക് പാരലായിട്ടുള്ള ആളല്ലേ ഇവിടെ ഉണ്ടായിരുന്നത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ there was T ഉണ്ടായിരുന്നു, A ഉണ്ടായിരുന്നു, C ഉണ്ടായിരുന്നു, G ഉണ്ടായിരുന്നു, ഇങ്ങനെയായിരുന്നത്. ആൻഡ് ഈ സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു പുതിയ സ്ട്രാൻഡ് ഉണ്ടായി വരും. സോ ഞാൻ പുതിയ സ്ട്രാൻഡിനെ നീലയിൽ തന്നെ വരയ്ക്കാം. സോ പുതിയ സ്ട്രാൻഡ് ഉണ്ടായി വരും. സോ വാട്ട് വിൽ ബി ദരം? Tക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഇവിടെ A വരും, ആൻഡ് Aക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് T വരും, Cക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് G വരും, Gക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് C വരും. ആൻഡ് വാട്ട് വിൽ ബി ദ പൊളാരിറ്റി? ഇത് 3' ആണ്, സോ ഇത് വിൽ ബി 5' ആയിരിക്കും. ഇത് 5' ആണ്, ഇത് വിൽ ബി വാട്ട്? ഇത് വിൽ ബി 3' ആയിരിക്കും. ഇങ്ങനെയാണ് പുതിയ രണ്ട് സ്ട്രാൻഡുകൾ ഉണ്ടാവുക എന്നാണ് ആര് പറഞ്ഞത്? വാട്സണും ക്രിക്കും. എന്ത് പറഞ്ഞത്? 1953 അവർ ഇതിൻ്റെ മോഡൽ പ്രപ്പോസ് ചെയ്തിരുന്ന അതേ സമയത്ത് വാട്സണും ക്രിക്കും പറഞ്ഞ മോഡലാണിത്. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല, കൂടുതലായിട്ട് പഠിക്കാനോ മനസ്സിലാക്കാനൊന്നുമില്ല. ഇതൊരു ദിസ് ഈസ് എ പ്രപ്പോസിഷൻ. ആര് പ്രപ്പോസ് ചെയ്തതാണ്? വാട്സണും ക്രിക്കും പ്രപ്പോസ് ചെയ്ത മോഡലാണ്. ആൻഡ് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. സോ പുതുതായിട്ട് 2 DNA ഉണ്ടായി വന്നു അല്ലേ. സോ നിങ്ങൾക്ക് ഇത് ഒരു DNA ആണ്, ദിസ് ഈസ് 1 DNA ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് DNA. 2 DNA ഉണ്ടായി വന്നു. ഈ 2 DNA ഉണ്ടായി വന്നതിൽ നമുക്ക് നോക്കാം, ഒരു സ്ട്രാൻഡ് കണ്ടോ? സോ ഈ ഒരു സ്ട്രാൻഡ് ആദ്യം ഉണ്ടായിരുന്ന ഒരു സ്ട്രാൻഡ് നോക്ക്, ഈ സ്ട്രാൻഡ് ഇങ്ങനെ തന്നെ ഇവിടെ ഉണ്ടായി വന്നിട്ടുണ്ട് ആൻഡ് ഒരു പുതിയ സ്ട്രാൻഡ് ഉണ്ടായി വന്നു. അതുപോലെ നോക്ക്, ഈ ഒരു സ്ട്രാൻഡ് കണ്ടോ? ഈ ഒരു സ്ട്രാൻഡ് താഴെ ഇവിടെ ഇങ്ങനെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ പുതിയൊരു സ്ട്രാൻഡ് ഉണ്ടായി വന്നു. സോ എല്ലാ പുതിയ DNAസും നിങ്ങൾ നോക്കുക, എല്ലാ പുതിയ DNA നോക്കുമ്പോഴും ഓരോന്നിലും ഒരു ഓൾഡ് സ്ട്രാൻഡ് ഉണ്ടാവും, ഒരു പഴയ സ്ട്രാൻഡ് ഉണ്ടാവും. സോ നോക്ക്, ഇതിനകത്ത് ഇത് ഓൾഡ് സ്ട്രാൻഡ് ആണ്, താഴത്തതിൽ രണ്ടാമത്തേൽ ഇത് ഓൾഡ് സ്ട്രാൻഡ് ആണ്. ദിസ് ഈസ് ഓൾഡ് സ്ട്രാൻഡ്. ഒരു ഓൾഡ് സ്ട്രാൻഡ് ഉണ്ടാവും. അതുപോലെ തന്നെ ആ ഓൾഡ് സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു ന്യൂ സ്ട്രാൻഡ് ഉണ്ടാവും. നോക്ക്, ന്യൂ സ്ട്രാൻഡ് ഉണ്ടാവും. സോ ഇത് നോക്ക്, ഇത് ഇവിടെ ദിസ് ഈസ് എ ന്യൂ സ്ട്രാൻഡ്. സോ ഏതൊരു പുതിയ DNA എടുത്ത് നോക്കിയാലും നോക്ക്, ഈ ഒന്നാമത്തെ DNA മാത്രം എടുത്ത് നോക്കിയാലും ഏതൊരു DNA എടുത്ത് നോക്കിയാലും അതിന് ദാറ്റ് വിൽ ബി ഹാവിങ് ആൻ ഓൾഡ് സ്ട്രാൻഡ് ആൻഡ് എ ന്യൂ സ്ട്രാൻഡ്. ഒരു സ്ട്രാൻഡ് ഓൾഡ് ആയിരിക്കും, ഒരു സ്ട്രാൻഡ് പുതിയതായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെ ഒന്ന് പകുതി മാത്രം പഴയത് വെക്കും, പകുതി പുതിയത് ഉണ്ടാക്കും. ഈ മോഡലിനെയാണ് ആരെന്ത് വിളിച്ചത്? ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. എന്താ വിളിച്ചത്? ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ ദിസ് വാസ് എ ഹൈപ്പോത്തിസിസ് ആയിരുന്നു കേട്ടോ. ഇതൊരു ഹൈപ്പോത്തിസിസ് ആയിരുന്നു. ഇതിനെ ഹെൽപ്പ് ചെയ്തത് നമ്മുടെ കർഗാഫ് റൂൾ ഓർക്കുന്നുണ്ടോ? ബേസ് പെയറിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള റൂള്, അത് ആ റൂള്, പിന്നെ ലൈക്ക് കുറേ എക്സ്പെരിമെൻറ്റ്സ്, അതിൻ്റെയൊക്കെ ബേസിസിൽ ദിസ് വാസ് എ ഹൈപ്പോത്തിസിസ്. ആരാണ് ഹൈപ്പോത്തിസിസ് കൊണ്ടുവന്നത്? വാട്സൺ ആൻഡ് ക്രിക്ക് കൊണ്ടുവന്ന ഹൈപ്പോത്തിസിസ് ആയിരുന്നു സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റെപ്ലിക്കേഷൻ. സോ ഇവരിത് പറഞ്ഞതിന് ശേഷം 5 വർഷം കഴിഞ്ഞിട്ട്, എത്ര വർഷം? 5 years later, 5 വർഷം കഴിഞ്ഞതിന് ശേഷം 2 സയൻറ്റിസ്റ്റുകൾ, ആക്ച്വലി പറയുകയാണെങ്കിൽ 2 ടീം ഓഫ് സയൻറ്റിസ്റ്റുകളാണ്. അവർ വന്ന വർഷം ഞാൻ പറഞ്ഞു 5 വർഷത്തിന് ശേഷം, അതായത് 1958 അവർ പ്രപ്പോസ് ചെയ്തത് 1953 പ്രപ്പോസ് ചെയ്തതിന് ശേഷം 5 yearsന് ശേഷം 2 ടീം ഓഫ് സയൻറ്റിസ്റ്റ്. ഫസ്റ്റ് ടീം ഓഫ് സയൻറ്റിസ്റ്റിൻ്റെ പേര് ദാറ്റ് വാസ് നോൺ ആസ് മാത്യു മെസൽസൺ ആൻഡ് ഫ്രാങ്ക്ലിൻ സ്റ്റാൾ എന്നായിരുന്നു ഇവരുടെ പേര്. മാത്യു മെസൽസൺ ആൻഡ് ഫ്രാങ്ക്ലിൻ സ്റ്റാൾ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരുകളാണ്, നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട പേരാണ്. അതേ ഇയർ തന്നെ 1958 തന്നെ രണ്ടാമത്തെ ടീം നിന്നു. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ടൈലർ ആൻഡ് ഇറ്റ്സ് കൊളീഗ്സ്. അവർ ഒരു വലിയ ടീമായിരുന്നു. ടൈലറും, മെയിൻ സയൻറ്റിസ്റ്റിൻ്റെ പേര് ടൈലർ എന്നാണ്, അവരുടെ കൂടെ കുറേ കൊളീഗ്സ് ഉണ്ടായിരുന്നു. ഈ 2 ടീമും കൂടി വാട്ട് ദേ ഹാവ് ഡൺ, അവർ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് ഈ വാട്സൺ ആൻഡ് ക്രിക്ക് പറഞ്ഞ കാര്യം പ്രൂവ് ചെയ്തു. ചെയ്ത കാര്യമായിട്ട് പ്രൂവ് ചെയ്തു. സോ എക്സ്പെരിമെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ആൻഡ് ഈ ലൈവ് സെഷനിൽ ഞാൻ എക്സ്പെരിമെൻറ്റിനെ പറ്റി പറയണോ? ഐ ഡോണ്ട് തിങ്ക്, എനിക്ക് അത്ര അതിനെപ്പറ്റി പറയണം എന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ദാറ്റ് ഐ എം നോട്ട് മെൻഷനിങ് ദാറ്റ് എക്സ്പെരിമെൻറ്റ്സ് ഹിയർ. ഓക്കെ, ബേസിക്കലി ഞാൻ 2-3 പോയിന്റ്സ് എൻട്രൻസിലേക്ക് വേണ്ടിയിട്ട്, അടുത്ത വർഷം ഈ വരുന്ന നീറ്റ് എക്സാമിനെ പറ്റിയിട്ട് അതിലേക്ക് വേണ്ടിയിട്ട് 2-3 പോയിന്റ്സ് ഞാൻ ആഡ് ചെയ്ത് തരാം. മാത്യു മെസൽസൺ ആൻഡ് ഫ്രാങ്ക്ലിൻ സ്റ്റാൾ യൂസ് ചെയ്തത് ഈക്കോളയായിരുന്നു. ആൻഡ് ഈക്കോളയിനെ അവർ ഗ്രോ ചെയ്തത് NH4Cl എന്ന് പറഞ്ഞ സാധനമായിരുന്നു. NH4Cl എന്ന് പറഞ്ഞാൽ എന്താ? NH4Cl എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അമോണിയം ക്ലോറൈഡ്. NH4Cl അമോണിയം ക്ലോറൈഡ് ആണ് യൂസ് ചെയ്തത്. അമോണിയം ക്ലോറൈഡ് ഗ്രോ ചെയ്ത ബാക്ടീരിയ ദാറ്റ് വാസ് ഈക്കോളൈനെ ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്തത്. ആൻഡ് ഈ NH4Cl നൈട്രജന് ദർ വാസ് എ സ്പെഷ്യാലിറ്റി. എന്തായിരുന്നു സ്പെഷ്യാലിറ്റി? 2 ടൈപ്പ് ഓഫ് നൈട്രജൻ ദേ വെർ യൂസിങ്. വൺ നൈട്രജൻ വാസ് N14 നൈട്രജൻ, അടുത്ത നൈട്രജൻ വാസ് N15. ഒന്ന് ലൈറ്റ് ഐസോട്ടോപ്പ് ആൻഡ് അതർ വൺ ഈസ് ഹെവി ഐസോട്ടോപ്പ്. രണ്ടും റേഡിയോ ആക്റ്റീവ് അല്ല. ഇത്ര കാര്യങ്ങളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ക്വിക്ക്ലി ഗോയിങ് ത്രൂ. ഐ വാണ്ട് ടു ഗോ ടു എങ്ങോട്ടേക്കാണ് പോകേണ്ടത്?
എനിക്ക് ഇതിലേക്ക് ദിസ് ഈസ് നോട്ട് ബാക്ടീരിയോഫേജ്. ആരാ ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്? ഫാത്തിമ ഷെറി. ബാക്ടീരിയോഫേജ് ഉപയോഗിച്ച് നടത്തിയത് ഈ എക്സ്പെരിമെൻ്റ് അല്ല, മെസൽസൺ ആൻഡ് സ്റ്റാൾ എക്സ്പെരിമെൻ്റ് അല്ല കേട്ടോ. ബാക്ടീരിയോഫേജ് തെറ്റിപ്പോയിട്ടുണ്ടേ. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ആൻഡ് ഇവിടെ ടൈലർ ആൻഡ് കൊളീഗ്സ്, ദിസ് ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വൈ ഇമ്പോർട്ടൻറ്റ് ഞാനിവിടെ പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ മെസൽസൺ ആൻഡ് സ്റ്റാളിൻ്റെ ആ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മളെല്ലാവരും ഓർത്തിരിക്കും. ആൻഡ് ഐ വിൽ ഷോ ദ NCERT ടെക്സ്റ്റ് ബുക്ക്. ഈ സെഷൻ്റെ അവസാനം ഞാൻ NCERT വായിക്കുന്ന ഒരു സെഷനും കൂടിയുണ്ട്. ഇന്നലെ കമൻറ്റിൽ ഒരാൾ പറഞ്ഞിരുന്നു NCERT വായിക്കുന്നത് നല്ലതാണെന്ന്. സോ ഐ വിൽ ബി റീഡിങ് NCERT ടെക്സ്റ്റ് ബുക്ക് അറ്റ് ദ ടൈം. ഞാൻ കാണിച്ചു തരാം. ഈ ടൈലർ ആൻഡ് കൊളീഗ്സ് എന്ന് പറഞ്ഞ ഈ എക്സ്പെരിമെൻറ്റ് NCERTയുടെ ഒരു മൂലയിൽ ചെറുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ദിസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അവർ യൂസ് ചെയ്ത ഒരു പ്ലാന്റ് ആണ്. പ്ലാന്റിൻ്റെ പേര് വിസിയ ഫാബ. വിസിയ ഫാബ ഇസ് എ പ്ലാന്റ്. ഈ പ്ലാന്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. ആൻഡ് അവർ ഉപയോഗിച്ച മീഡിയം അവിടെ NH4Cl ആയിരുന്നെങ്കിൽ ഇവർ ഉപയോഗിച്ചത് റേഡിയോ ആക്റ്റീവ് തൈമിഡിനാണ്. റേഡിയോ ആക്റ്റീവ് തൈമിഡിനാണ് ഇവർ യൂസ് ചെയ്തത്. സോ ഇത്ര പോയിന്റ്സ് ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ റിയൽ പ്രോസസ്സിലേക്ക് പോവാണ്. സോ ആക്ച്വലി നമ്മൾ കൺസെപ്ച്വലി മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലേക്ക് പോവാണ്. സോ ഇതുവരെ പറഞ്ഞതൊക്കെ എന്തായിരുന്നു? ഡേറ്റാസ് ആണ്. ഇങ്ങനെയൊക്കെയാണ് നടന്നത്, ഇതൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളവരും ഞാൻ ജസ്റ്റ് പറയുമായിരുന്നു. സോ നൗ നമ്മുടെ ഏരിയത്തിൽ നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ട, നമ്മൾ ആലോചിച്ച് പഠിക്കേണ്ട, നമുക്ക് ട്രിക്ക് വെച്ച് പഠിക്കേണ്ട ഏരിയാസിലേക്ക് നമ്മൾ എത്താണ്. സോ വാട്ട് ഈസ് ദാറ്റ് തിങ്? നമ്മുടെ റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. വാട്ട് വാസ് റെപ്ലിക്കേഷൻ? ഒന്നുകൂടെ പറഞ്ഞു. റെപ്ലിക്കേഷൻ എന്നാണ് DNA-യിൽ നിന്ന് പുതിയ DNA ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റെപ്ലിക്കേഷൻ എന്ന് പറയുക. ഈ റെപ്ലിക്കേഷനിൽ ഏതെല്ലാം എൻസൈംസ് ആണ് യൂസ് ചെയ്യുക, ഏതെല്ലാം മെഷീനറീസ് ആണ് യൂസ് ചെയ്യുക, എന്തെല്ലാം വേണം ഈ റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം സാധനങ്ങൾ വേണം എന്നുള്ളതായിരുന്നു ആരുടെ ലൈക്ക് ഇനിയുള്ള ഡിസ്കഷൻ ടോപ്പിക്ക്. സോ എല്ലാവരും റെഡിയല്ലേ നോക്കിയേ? ഒന്ന് റെഡി ആയിട്ടിരുന്നോ? ഒന്ന് അടിപൊളിയായിട്ടിരുന്നോ? ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചാൽ നമുക്ക് തുടങ്ങാം. പറഞ്ഞു. ഫസ്റ്റത്തെ മെഷീനറി ഇവിടെ നിങ്ങൾ ഈ ചാപ്റ്ററും ബയോടെക്നോളജിയും തമ്മിൽ ബന്ധിപ്പിക്കാൻ പോകും. ബയോടെക്നോളജിയുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ, ഒന്നാമത്തെ ബയോടെക്നോളജി 1 എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിട്ട് അതായിരുന്നു പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്. അതിലേക്ക് നമ്മൾ ലിങ്ക് ചെയ്യുന്ന ഒരു പോയിൻ്റാണിത്. സോ ഒരു DNA റെപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിന് ഏറ്റവും ആദ്യം വേണ്ട ഒന്നാമത്തെ സാധനം, വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് ഈസ് നീഡഡ് ഫോർ റെപ്ലിക്കേഷൻ? ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ഒറി. എന്താ മക്കളെ ഒറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒന്നുമില്ല. ഒറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോൺ ആസ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്നാണ്. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മലയാളത്തിൽ അർത്ഥം? ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നാണ് അർത്ഥം. ഒരു സാധനം തുടങ്ങുന്നത് എവിടെയാണ്? ഇപ്പോൾ നമ്മളൊരു പുഴയൊക്കെ തുടങ്ങുകയാണെങ്കിൽ, ഒരു അരുവി, ഒരു സ്ട്രീം തുടങ്ങുകയാണെങ്കിൽ, ഫ്രം വേർ ഇറ്റ് ഈസ് ഒറിജിനേറ്റിംഗ്, ഇത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ദിസ് ഈസ് സ്റ്റാർട്ടിംഗ് ഫ്രം വേർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് വാട്ട്? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. റെപ്ലിക്കേഷൻ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഇതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറയുകയാണ്. സപ്പോസ് ഒരു DNA മോളിക്യൂൾ ഉണ്ട്. DNA മോളിക്യൂൾ ആക്ച്വലി നിങ്ങൾക്കറിയാം ഇതൊരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിൽ കോയിൽ ചെയ്തിരിക്കുകയാണ്. 2 സ്ട്രാൻഡുകൾ ഇങ്ങനെ കോയിൽ ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ഇങ്ങനെയല്ല കേട്ടോ, ഇനിയും കോയിലുണ്ട്. ഞാൻ വളരെ സിമ്പിളായിട്ട് വരയ്ക്കുന്നതാണ്. 2 സ്ട്രാൻഡുകൾ ഇങ്ങനെയുണ്ട്. ആൻഡ് സപ്പോസ് ഈ സ്ട്രാൻഡുകളുടെ ഉള്ളിൽ, സ്ട്രാൻഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ ന്യൂക്ലിയോടൈഡ് സീക്വൻസുകൾ, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ATGC ഇങ്ങനെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, അതുപോലെ ATGC കുറേ സീക്വൻസുകൾ ഇങ്ങനെ ഉണ്ടാവും. സോ ദിസ് ഒറി മീൻസ് ആക്ച്വലി ഒറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു DNA സീക്വൻസ്. വാട്ട് ഈസ് ദാറ്റ്? ഒരു DNA സീക്വൻസ് മാത്രമാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു DNA സീക്വൻസ് മാത്രമാണ് ഒരു ഏരിയ. ദാറ്റ് ഇസ് എ സൈറ്റ് ആൻഡ് ദാറ്റ് ഇസ് എ DNA സീക്വൻസ് ഹിയർ. ആൻഡ് ഈ സീക്വൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട്സ് ഹിയർ. റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് തുടങ്ങുന്നത് ഇവിടെയാണ്. സ്റ്റാർട്ട്സ് ഹിയർ. ഇവിടെയാണ് റെപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. സപ്പോസ് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇങ്ങനൊരു സൈറ്റ് ഇല്ലാന്ന് വിചാരിച്ചു. ഒരു വലിയ DNA ഉണ്ട്, ഒരുപാട് വലിയ DNA ആണ്, ഒരുപാട് നമ്മൾ പഠിച്ചില്ലേ വലിയ DNA ആണെന്ന്. സോ ഈ DNAൻ്റെ ഉള്ളിൽ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു സൈറ്റ് ഇല്ല. ദാറ്റ് ഈസ് ഒറി എന്ന് പറഞ്ഞൊരു സൈറ്റ് ഇല്ലാന്ന് വിചാരിക്കുക. ദർ ഇസ് നോ ഒറി ആണെങ്കിൽ അവിടെ റെപ്ലിക്കേഷൻ നടക്കില്ല. അത് തുടങ്ങാൻ വേണ്ടിയിട്ട് ദർ ഇസ് എ സ്പെസിഫിക് സീക്വൻസ് വേണം. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ഒറി. ആർ യു ഗെറ്റിംഗ്? ഇത് മനസ്സിലായോ? ഒറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറി ഈസ് എ സൈറ്റ് ഓഫ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ബയോടെക്നോളജി ലൈവ് സെഷനൊക്കെ വെക്കാം കേട്ടോ. എല്ലാത്തിനും വെക്കാം. നമുക്ക് സമയമുള്ള പോലെ വെക്കാം. ആൻഡ് ഞാൻ ഫ്രീ ആവുന്നത് പോലെ, എനിക്കിപ്പോൾ ഹോസ്പിറ്റലിൽ അങ്ങനെ വർക്കില്ലാത്ത കുറച്ച് ഫ്രീ ആയിട്ടുള്ള ടൈമാണ്. സോ അതൊക്കെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ലൈവ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതർവൈസ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി വൈകുന്നേരം ഈ സമയമാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തുള്ളൂ. ഡെഫിനറ്റ്ലി നമുക്ക് ഇങ്ങനെ സെഷൻസ് വെച്ച് തന്നെ പോവാം. സോ ഇവിടെ നമ്മളെന്താ പറഞ്ഞത്? സോ ദാറ്റ് ഈസ് വാട്ട് ഇപ്പോൾ ഞാൻ എന്താ പറയുന്നത്, ആ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സൈറ്റിനെ മാത്രമാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുക. സോ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. സെക്കൻഡ് തിങ്, ഇതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ജനറ്റിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ തന്നെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് എല്ലാവർക്കും തോന്നുന്ന, പക്ഷെ ഞാൻ പറയുമ്പോൾ ഇതിനകത്ത് ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഏറ്റവും അടിപൊളിയായിട്ടുള്ള സാധനമാണ് എൻസൈംസ്. ഓരോ പ്രോസസ്സിനും എൻസൈംസ് ഉണ്ട്. നമുക്കറിയാലേ, നമ്മൾ ബോഡിയിൽ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിലുള്ള
എല്ലാ പ്രോസസ്സുകളും നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പ്രോസസ്സും A to Z 1 to 100 എത്ര പ്രോസസ്സുകളുണ്ടോ എല്ലാ പ്രോസസ്സുകളും എൻസൈമാറ്റിക്കലി മീഡിയേറ്റഡ് ആണ്. ഒറി അവിടെ വിട്ടുട്ടോ, ഞാൻ ഒറി വെച്ച് നിർത്തി, അത് കഴിഞ്ഞിട്ട് നേരെ ചാടി എൻസൈംസിലേക്ക് പോയതാ. ഓക്കെ, സോ എൻസൈംസ് ഇവിടെ നടക്കുന്നുണ്ട്. സോ ബേസിക്കലി ഇപ്പോൾ ഞാൻ തരാൻ പോകുന്നത് ടോട്ടൽ ജനറ്റിക്സിലുള്ള എൻസൈംസിനെ പറ്റിയിട്ടാണ്. റെപ്ലിക്കേഷനെ മാത്രമല്ല, ജനറ്റിക്സിൽ മൊത്തത്തിൽ യൂട്ടിലൈസ് ചെയ്യുന്ന എൻസൈംസിനെ പറ്റിയിട്ട് ഒരു ഓവർവ്യൂ തരാം, ഒരു ജനറൽ ഐഡിയ തരാം. ദിസ് വിൽ ഹെൽപ്പ് യു, റിയലി ഹെൽപ്പ് യു. ഓക്കെ, സോ കേട്ട് നോക്ക് എൻസൈംസ്. സോ എൻസൈം എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന് വെച്ചോ, നമുക്ക് എൻസൈംസിന് ഒരു പേരിടണം. ഓരോ എൻസൈംസിനും ഓരോ പേരിടണം. നമുക്കറിയില്ല, DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറേസ്, RNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ്, RNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറേസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എൻസൈംസ് ഉണ്ട്. 1, 2, 3 എന്നൊക്കെ പറഞ്ഞ നെയിമുകൾ ഇങ്ങനെ കുറേ ഇടും. സോ വാട്ട് ഈസ് ദ ലോജിക് ബിഹൈൻഡ് ദാറ്റ് തിങ്? ഈ എൻസൈംസിൻ്റെ പുറത്ത് ഒരു ലോജിക് ഉണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കണം. റെഡി? ലോജിക് അറിയാൻ നമുക്ക് നല്ല താല്പര്യം ഉണ്ടല്ലോ, ബൈ ഹാർട്ട് പഠിക്കാനല്ലേ നമുക്ക് താല്പര്യമില്ലാത്തുള്ളൂ. ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങൾ നോക്ക്, DNA എന്താണ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്? വാട്ട് ഈസ് റെപ്ലിക്കേഷൻ? ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു, ലാസ്റ്റ് വൺ ടൈം ഒറ്റ പ്രാവശ്യം കൂടി പറഞ്ഞു. റെപ്ലിക്കേഷൻ ഈസ് DNAയിൽ നിന്ന് പുതിയ DNA ഉണ്ടാകുന്ന പ്രോസസ്സാണ്. ദാറ്റ് ഈസ് എ പ്രോസസ് വെയർ എ DNA ഇറ്റ് ഈസ് ഫോമിങ് ഇൻ ടു എ ന്യൂ DNA. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞത്, ഒരു ഓൾഡ് DNAയിൽ നിന്ന് ഒരു ന്യൂ DNA ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? റെപ്ലിക്കേഷൻ എന്ന് വിളിക്കുക. ഈസ് ദാറ്റ് ക്ലിയർ ഗൈസ്? അരുണിമ പിന്നെ ചാടിക്കയറി ഉത്തരം പറയുന്നുണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നു അരുണിമ അങ്ങ് ചാടി. അതിൽ ബൈ ഹാർട്ട് പഠിച്ചു വെച്ച ആൻസറുകളാണ്. ബൈ ഹാർട്ട് ഓക്കെ, റെഡിയാണ് കേട്ടോ അരുണിമ. ഐ എം നോട്ട് കിഡിങ് ഐ വാസ് ജസ്റ്റ് ടെല്ലിങ് ഇതിനൊരു ലോജിക് ഉണ്ട്, നമുക്കിത് മനസ്സിലാക്കി നോക്കാം, അത് കഴിഞ്ഞിട്ട് ആൻസർ പറയാം. സോ നോക്ക്, ഇവിടെ എന്താണ് പുതിയതായിട്ട് ഫോം ചെയ്യുന്നത്? വാട്ട് ഈസ് ന്യൂലി ഫോംഡ് ഹിയർ? വാട്ട് ഈസ് ന്യൂ ഹിയർ? നമുക്കറിയാം, ഇവിടെ പുതുതായിട്ട് ഫോം ചെയ്യുന്ന സാധനം DNA ആണ്. ആൻഡ് യു നോ ദാറ്റ് തിങ്, DNA ഈസ് എ പോളിമർ. ഒരു പോളിമർ അല്ലേ DNA? ന്യൂക്ലിയോടൈഡിൻ്റെ പോളിമറാണ്. DNA. എല്ലാവർക്കും അറിയോ, ന്യൂക്ലിയോടൈഡിൻ്റെ പോളിമർ ആണ് എന്ത്? DNA ഈസ് എ പോളിമർ ഓഫ് ന്യൂക്ലിയോടൈഡ്. ഈസ് ദാറ്റ് ക്ലിയർ? റൈറ്റ്? ഓക്കെ, ഐ ഹോപ്പ് യു ആർ ക്ലിയർ. സോ ഇവിടെ നോക്ക്, ഇവിടെ ഒരു പുതിയ DNA പോളിമർ ഉണ്ടാവുകയാണ്. സോ നമ്മൾ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേര് DNA പോളിമറൈസേഷൻ എന്നാണ്. നമ്മൾ ഇതിനെന്ത് വിളിക്കും? DNA പോളിമറൈസേഷൻ. ഒരു പുതിയ DNA പോളിമറിനെ ഉണ്ടാകുന്ന പ്രോസസ്സിനെ. ഓക്കെ, സാർ എന്തിൻ്റെ ഡോക്ടറാണോ? ഞാൻ മനുഷ്യന്മാരെ ചികിത്സിക്കുന്ന ഡോക്ടറാണ്. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ചോദ്യം പോട്ടെ, നമുക്ക് പിന്നെ അതൊരു ലൈവ്, അത് ഞാനൊരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു ലൈവ് വരാം, നമുക്ക് കഥ പറയാൻ വേണ്ടിയിട്ട് എന്താണ് ആരാണെന്നൊക്കെ. ഇപ്പോൾ എന്താണെന്ന് നമുക്ക് വെറും ചാപ്റ്റർ മാത്രം, പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിരിക്കാം, വേറെ നോക്കണ്ട. സോ ഇവിടെ എന്താ പറയുക? പോളിമർ DNA ഒരു പുതിയ പോളിമർ DNA പോളിമർ ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മൾ പറയും DNA പോളിമറൈസേഷൻ. എന്താ വിളിക്കുക? DNA പോളിമറൈസേഷൻ. സോ അങ്ങനെ ഒരു DNA പോളിമറൈസേഷൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു DNA പോളിമറൈസ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേരെന്തായിരിക്കും? ഡെഫിനറ്റ് ആയിട്ടും പുതുതായിട്ടുണ്ടാകുന്ന DNA ആയതുകൊണ്ട് ഈ എൻസൈമിൻ്റെ പേര് നമുക്ക് എന്ത് വിളിക്കാം? വി ക്യാൻ കോൾ ഇറ്റ് ആസ് DNA പോളിമറേസ് എന്ന് വിളിക്കാം. വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് വാട്ട്? DNA പോളിമറേസ് എൻസൈം. എന്തിൻ്റെ അവസാനം ഒരു ASE ചേർത്ത് കഴിഞ്ഞാൽ, അതൊരു എൻസൈം ആക്കി മാറ്റാം. DNA പോളിമറേസ്. ഈസ് ദാറ്റ് ക്ലിയർ? അത് മനസ്സിലായോ? DNA പോളിമറേസ് എന്ന് പറഞ്ഞാൽ DNAയെ പോളിമറൈസ് ചെയ്യുന്ന എൻസൈമാണ്. അത്രയും മനസ്സിലായോ? ഈസ് ദാറ്റ് ക്ലിയർ ഗൈസ്? ഈസ് ദാറ്റ് ക്ലിയർ? DNA പോളിമറൈസ് ചെയ്യാം. സോ ഇനി നോക്ക്, അപ്പോൾ ഒരു പാർട്ട് കിട്ടി നമ്മുടെ നെയിമിൻ്റെ. ഇനി ഇത് എവിടെ നിന്നാണ് ഈ DNA പോളിമറൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുപയോഗിച്ചാണ് ഈ DNA പോളിമറൈസ് ചെയ്യുന്നത്? എന്തുപയോഗിച്ചിട്ടാണ് DNA പോളിമറൈസ് ചെയ്യുന്നത്? നോക്ക്, പഴയ ഒരു DNAനെ ഉപയോഗിച്ചിട്ടാണ് DNA പോളിമറൈസ്. പഴയ DNAനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പുതിയ DNA പോളിമറൈസ്. നോക്ക് അവിടെ നോക്ക്, പഴയ DNAയിൽ നിന്നും പുതിയ DNA ഉണ്ടാക്കിയെടുക്കുകയാണ്. സോ പുതിയ DNA ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പഴയ DNA ആണ്. പഴയ DNA ആണ്. സോ ഈ എൻസൈമിൻ്റെ പേര്, വാട്ട് വിൽ ബി ദ നെയിം ഓഫ് ദ എൻസൈം? ഈ എൻസൈമിൻ്റെ പേര് DNA ഡിപ്പെൻഡൻ്റ് എന്ന് വിളിക്കും. നമ്മൾ എന്ത് വിളിക്കും? DNA ഡിപ്പെൻഡൻ്റ് എന്ന് വിളിക്കും. സോ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്. എന്താണ്? DNA ഡിപ്പെൻഡൻ്റ് ആണ്. ടോട്ടൽ നെയിം വരാൻ വേണ്ടി ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് നോക്കാം. എവിടെ നിന്നാണ് ഉണ്ടാക്കിയത്, എന്താണ് ഉണ്ടാക്കിയത്, ഇത്രയും മാത്രം പറഞ്ഞാൽ മതി. എവിടെ നിന്നാണ് ഉണ്ടാക്കിയത്? DNAയിൽ നിന്നാണ് ഉണ്ടാക്കിയത്. എന്താണ് ഉണ്ടാക്കിയത്? DNA ആണ് ഉണ്ടാക്കിയത്. സോ DNAയിൽ നിന്നും DNA ഉണ്ടാക്കുന്ന എൻസൈമിൻ്റെ പേര് DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ്. കിട്ടിയോ നോക്കിയേ? DNAയിൽ നിന്നും DNA ഉണ്ടാക്കുന്ന എൻസൈമിൻ്റെ പേര് DNA ഡിപ്പെൻഡൻറ്റ്, ബിക്കോസ് ദാറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ DNA. അത് പഴയ DNA ഡിപ്പെൻഡ് ചെയ്ത് പുതിയ DNA ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് എന്ന് വിളിക്കുക. കിട്ടിയോ? പേര് കിട്ടിയോ? ഇനി മറന്നു പോകുമെന്ന് ആലോചിച്ച് നോക്കി, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു DNAയിൽ നിന്നും പുതിയ DNA ഉണ്ടാക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞോ, സിമ്പിളായിട്ട് പറഞ്ഞോ. അടുത്ത നിങ്ങളുടെ എക്സസൈസ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ. സോ പുതിയ DNA ഉണ്ടാക്കുന്നു. സോ ദാറ്റ് ഇറ്റ് ഈസ് നോൺ ആസ് DNA പോളിമറൈസ്. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? DNA പോളിമറൈസ് എന്ന് വിളിക്കും. പഴയ DNA ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് നോൺ ആസ് DNA ഡിപ്പെൻഡൻ്റ് എന്ന് വിളിക്കും. സോ ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നെയിം വിൽ ബി DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ്. കിട്ടിയോ? കത്തിയോ? തലേൻ്റെ ഉള്ളിൽ ഒരു ബൾബ് മിന്നിയോ? റെഡിയാണോ? ഓക്കെ, ഇനി നോക്ക്.
അങ്ങനെയാണെങ്കിൽ ഞാൻ ഡയറക്റ്റ്ലി അടുത്ത പോയിന്റ് ചോദിക്കാം. ഇഫ് ഐ എം ടോക്കിംഗ് അബൌട്ട് ട്രാൻസ്ക്രിപ്ഷൻ, ഞാൻ ട്രാൻസ്ക്രിപ്ഷനെ പറ്റിയാണ് പറയുന്നത്. റെപ്ലിക്കേഷൻ മാറ്റി ഞാൻ ട്രാൻസ്ക്രിപ്ഷനെ പറ്റി പറയാം. നെക്സ്റ്റ് പ്രോസസ്സിനെ പറ്റി പറയാണ്. അടുത്ത പ്രോസസ്സ് എന്താണ്? ദാറ്റ് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആര് പറഞ്ഞു തരും? ഹൂ വിൽ ബി ടെല്ലിംഗ് മീ വാട്ട് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ? ട്രാൻസ്ക്രിപ്ഷൻ എന്താണെന്ന് ആര് പറഞ്ഞു തരും? Who will be telling me what is transcription? Transcription എന്താണെന്ന് ആര് പറഞ്ഞു തരും? Yes, very good. I am hearing that thing. Transcription is a process where DNA is converted into RNA. DNA എന്തായിട്ട് മാറുകയാണ്? RNA ആയിട്ട് മാറുകയാണ്. DNA എന്തായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്? RNA ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. So what will be the name of the enzyme which is involved here? അതാണ്. എന്നാൽ ഇതിൻ്റെ എൻസൈമിൻ്റെ പേരെന്തായിരിക്കും? സിമ്പിൾ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. RNA ആണ് ഉണ്ടാവുന്നത്. പുതിയ RNA പോളിമറിനെ ഉണ്ടാക്കുകയാണ്. സോ ഇതിൻ്റെ പേര് RNA പോളിമറേസ് എന്നിടാം. നമുക്ക് ഇതിൻ്റെ പേര് RNA പോളിമറേസ് എന്നിടാം. കിട്ടിയോ? RNA പോളിമറേസ് എന്നിടാം. ക്ലിയർ ആണോ? ഇസ് ദാറ്റ് ക്ലിയർ? ഇനി എവിടെ നിന്നാണ് RNA ഉണ്ടാക്കുന്നത്? DNA-യിൽ നിന്നാണ് RNA ഉണ്ടാക്കുന്നത്. സോ ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ആൻ DNA ടു ക്രിയേറ്റ് ആൻ RNA. സോ വാട്ട് വിൽ യു കോൾ? വി വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് DNA ഡിപ്പെൻഡൻ്റ് എന്ന് വിളിക്കും. സോ വാട്ട് ഈസ് ദ ആക്ച്വൽ നെയിം? സീ ദാറ്റ് നെയിം ദെയർ, DNA ഡിപ്പെൻഡൻ്റ് RNA പോളിമറേസ്. അതാണ് എൻസൈം ഫോർ ട്രാൻസ്ക്രിപ്ഷൻ. Yes or no? This is the enzyme for transcription. Enzyme for transcription നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറേസ് എന്നാണ് ട്രാൻസ്ക്രിപ്ഷൻ്റെ എൻസൈമിൻ്റെ പേര്. ഇത് കിട്ടിയോ എന്നുള്ള കാര്യം പറയും. കത്തിയോ? തലേൻ്റെ ഉള്ളിൽ കത്തിയോ? റെഡിയാണോ? Is that ready? ഓക്കെ. കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ആഘോഷിക്കുന്നത് കാണുന്നുണ്ട്. അത്രയധികം ആൾക്കാർ വരുന്നുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നുണ്ട്. വെരി ഹാപ്പി. പവർ. ഓക്കെ, ശക്തിമാൻ. കാണിക്കട്ടെ. എല്ലാവരും ശക്തിമാനാണ്, എല്ലാവരും അടിപൊളിയാണ്. ഓക്കെ, എന്നാൽ ഞാൻ ഇനി തിരിച്ച് വേറൊരു എക്സസൈസ് തരാം. നിങ്ങൾക്കൊരു എക്സസൈസ് തരാം. ഓക്കെ, സോ നമ്മൾ HIV വൈറസിനെ പറ്റി പഠിച്ചു. എവിടെ പഠിച്ചു? HIV വൈറസിനെ പറ്റി നമ്മൾ പഠിച്ചത് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിലാണ്. HIV വൈറസ് ഈസ് RNA വൈറസ് ആണ്. ആൻഡ് HIV വൈറസ് ഒരു പ്രോസസ്സ് കാണിക്കും. ദാറ്റ് ഈസ് നോൺ ആസ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. പഠിച്ചിട്ടുണ്ടോ? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ആര് കാണിക്കും? HIV വൈറസ് കാണിക്കും എന്നുള്ള കാര്യം ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിൽ പഠിച്ചിട്ടുണ്ട്. സോ വാട്ട് ഈസ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ? സിംപ്ലി മീൻസ് ട്രാൻസ്ക്രിപ്ഷൻ്റെ റിവേഴ്സ് ആണ്. എന്താണ് അതിൻ്റെ അർത്ഥം? അതിനൊരു RNA ഉണ്ട്. ഈ RNAൻ്റെ ഉള്ളിൽ നിന്ന് DNA ഉണ്ടാക്കുമെന്ന് പഠിച്ചു അല്ലേ? RNAനെ തിരിച്ച് DNA ആക്കും. ട്രാൻസ്ക്രിപ്ഷൻ്റെ ഓപ്പോസിറ്റ് പ്രോസസ്സ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വിളിച്ചത്. പഠിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയാൽ അതിൻ്റെ ആക്ച്വൽ നെയിം ശരിക്കും റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറഞ്ഞ എൻസൈമായി. പക്ഷേ ഇതിൻ്റെ ഒരു ആക്ച്വൽ സയൻറ്റിഫിക് നെയിം നമ്മളിപ്പോൾ പഠിച്ച മെത്തേഡിലൂടെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കി. റെഡി ഗൈസ്? ആര് കണ്ടുപിടിച്ച് തരും? ഐശ്വര്യലക്ഷ്മി അത് പറഞ്ഞു കഴിഞ്ഞു റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്താണെന്നുള്ള കാര്യം. സോ ഇനി പറഞ്ഞു ഇതിൻ്റെ പേരെന്തായിരിക്കും? ഇതിൻ്റെ പേര് നോക്കിക്കോ. ഇതിൻ്റെ പേര് DNA പോളിമറേസ് എന്നാണ്. കാരണം പുതുതായിട്ട് ഉണ്ടാകുന്ന ഒരു DNA ആണ്. എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? RNAയിൽ നിന്നാണ്. സോ വിൽ ബി കോളിംഗ് RNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ്. RNAയിൽ നിന്നും DNA ഉണ്ടാക്കുന്ന എൻസൈം ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ദാറ്റ് ഈസ് നോൺ ആസ് RNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറേസ്. ഈസ് ദാറ്റ് ക്ലിയർ ഗൈസ്? മനസ്സിലാവുന്നുണ്ടോ? അടിച്ചു പൊളിച്ചോ? ജോളിയാക്കിയോ? അടിപൊളിയായോ? പറയ് കേൾക്കട്ടെ. അടിച്ചു പൊളിച്ചോ നോക്ക്, ജോളിയായോ നോക്ക്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്ക്. ഡൗട്ടൊന്നുമില്ലല്ലോ. സോ ദിസ് ഈസ് വാട്ട് ഈസ് അബൌട്ട് എൻസൈം. എൻസൈമിനെ പറ്റിയിട്ട് ഒന്നാമത് പറയേണ്ട പേരാണ്. എൻസൈംസിൻ്റെ പേര് കൊടുക്കുന്നിടത്ത് ഒരു ലോജിക് ഉണ്ട്. എൻസൈമിൻ്റെ പേര് കൊടുക്കുന്നിടത്തുള്ള ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് എൻസൈമിൻ്റെ പേര് കൊടുക്കുന്നിടത്തുള്ള ലോജിക് എന്താ? എന്താണ് ഉണ്ടാക്കുന്നത്, എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്. സോ ആ പ്രോസസ്സ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇനി ഞാൻ വേറെ ഒരു പ്രോസസ്സ് പറയാം. ജസ്റ്റ് വെറുതെ ഒരു റാൻഡം പ്രോസസ്സ് ഞാൻ പറയുകയാണ്. ഒരു എൻസൈമിൻ്റെ പേരാണ്. ഓക്കെ, ലാസ്റ്റ് എക്സാമ്പിൾ RNA ഡിപ്പെൻഡൻറ്റ്. ജസ്റ്റ് പറഞ്ഞു നോക്കിയോ. RNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറേസ്. ഞാൻ ജസ്റ്റ് ഒരു എൻസൈമിൻ്റെ പേര് പറയുകയാണ്. RNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറേസ്. അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിരിക്കും, എവിടെയായിരിക്കും ഉണ്ടാവുക? വാട്ട് ഈസ് ദിസ് തിങ് ആൻഡ് എവിടെയായിരിക്കും ഇതുണ്ടാവുക? ഏത് ടൈപ്പ് ഓഫ് ഓർഗാനിസത്തിലാണ് ഇവരുണ്ടാവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏത് ടൈപ്പ് ഓർഗാനിസത്തിലാണ് ഇവരുണ്ടാവുക? പറഞ്ഞു നോക്ക്. ഏത് ടൈപ്പ് ഓർഗാനിസത്തിലാണ് ഇവരുണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞേ. RNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറേസ് എന്നൊരു എൻസൈം ഉണ്ടെങ്കിൽ ഇവർ എന്ത് ചെയ്യും? ഏത് ടൈപ്പ് ഓർഗാനിസത്തിലുണ്ടാകും? സിമ്പിളല്ലേ? ആലോചിച്ച് നോക്കിയേ. RNA ഡിപ്പെൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇനീഷ്യൽ മോളിക്കുലർ RNA ആണെന്നാ. ഈ RNAനെ കൺവേർട്ട് ചെയ്തിട്ട് പുതുതായിട്ട് ഉണ്ടാക്കുന്നതും ഒരു RNA ആണെന്നറിയാം. സോ ആർക്കാണ് ഇങ്ങനെ ഒരു RNAയെ വീണ്ടും പുതിയൊരു RNA ആക്കി മാറ്റേണ്ടി വരിക? ആർക്കാണ് ഉണ്ടാവുക? RNA ടു RNA ആർക്കാണ്ടായി വരിക? യെസ്, വെരി ഗുഡ്. ദാറ്റ് ഈസ് RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓർഗാനിസത്തിന് വേണ്ട സാധനങ്ങളാണ്. ലൈക്ക് വൈറസുകൾ. RNA വൈറസുകൾ
ആളുകളിലെ RNA ജനറ്റിക് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഉള്ളിലുള്ള സാധനത്തിൻ്റെ പേര് RNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറേസ്. ഇത്ര സിമ്പിൾ അല്ല കേട്ടോ, ഇതിനുള്ളിൽ ഒരുപാട് ക്ലാസിഫിക്കേഷനൊക്കെ ഉണ്ട്. പക്ഷേ ദിസ് ഈസ് ദ ബേസിക്സ്, ഏറ്റവും തറ ലെവലിലുള്ള സാധനമാണിത്. സോ ഇത് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് ജനറ്റിക്സ് പഠിച്ച് പോകാം. എവിടെ പഠിക്കാം? ഫസ്റ്റ് ഇയറിൽ മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ. നിങ്ങളെല്ലാവരും മെഡിക്കൽ കോളേജിൽ എത്തുന്നറിയാം, എല്ലാവരും എത്തി. ഫസ്റ്റ് ഇയറിൽ തന്നെ നമുക്ക് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്, ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ജനറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു പേപ്പറാണ്, ഇതിൻ്റെ സെക്കൻഡ് പേപ്പറിൽ വലിയൊരു ഏരിയ ആണ് ജനറ്റിക്സ്. അടിപൊളി ടീച്ചർമാരുണ്ട്, നല്ല സൂപ്പർ ടീച്ചർമാരുണ്ട്. ആക്ച്വലി ഇറ്റ്സ് ലൈക്ക് എ വണ്ടർ. നമ്മൾ അതിങ്ങനെ വായിച്ചിട്ട് ഇഫ് യു ലൈക്ക് ടു റീഡ് ദാറ്റ് തിങ്, അത് നിങ്ങൾക്ക് വായിക്കാനൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളിങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്തുന്ന അറിയാം, പഠിച്ച് നല്ല രസമാണ്. ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, കുറേ സബ്ജക്റ്റുകളിൽ ഇതൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് യൂസ് ചെയ്ത് വരും. സോ ഇരിക്കട്ടെ, പോട്ടെ മുന്നോട്ട് പോട്ടെ. സോ എൻസൈമിനെ പറ്റിയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ഒരുപാട് സമയമില്ല, ഒരു കാര്യം പറഞ്ഞു. ഇനി അടുത്ത കാര്യത്തിലേക്ക് എൻസൈമിനെ പറ്റി പറയാം. സോ ഈ എൻസൈംസിനൊക്കെ വേറെ ഒരു പ്രത്യേകത ഉണ്ട്. രണ്ടാമത്തെ പ്രത്യേകത, ഫസ്റ്റത്തെ പ്രത്യേകത വാസ് അബൌട്ട് നെയിമിംഗ് ആയിരുന്നു. രണ്ടാമത്തെ പ്രത്യേകത നിങ്ങളിവിടെ കേട്ടോ, രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ഷനാണ്. ഡയറക്ഷൻ ഓഫ് ആക്ടിവിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്ഷൻ ഓഫ് ആക്ടിവിറ്റി, ഇതിൻ്റെ ആക്ടിവിറ്റി നടക്കുന്ന ഡയറക്ഷൻ ഭയങ്കര പ്രധാനപ്പെട്ട പോയിന്റ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ പറയാം. ഈ ഒരു ഒറ്റ പോയിന്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ജനറ്റിക്സിലെ എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യാവുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. സോ ഇത് അത്രയും പ്രധാനപ്പെട്ട സാധനം, VIP ടോപ്പിക്കാണ്. വാട്ട് ഈസ് ദാറ്റ് തിങ്? ഓക്കെ, ഇതാണ് VIP. എന്തുകൊണ്ട് ഇത് VIP ആവുന്നു എന്നുള്ള കാര്യം ഇനി അടുത്ത സെഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ് ഡയറക്ഷൻ ഓഫ് ആക്ടിവിറ്റി? അതായത് എൻസൈമുകൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ഡയറക്ഷൻ ഉണ്ട്, ഒരു പ്രത്യേക തരം ഡയറക്ഷൻ ഉണ്ട്. ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ജനറ്റിക്സിലുള്ള എല്ലാ എൻസൈംസും, നോട്ട് ദ പോയിന്റ്, റെപ്ലിക്കേഷനിൽ മാത്രമല്ല ജനറ്റിക്സിലുള്ള എല്ലാ എൻസൈംസും വർക്ക് ചെയ്യുന്നത് ഒരേ ഒരു ഡയറക്ഷനിലാണ്. അതായത് ഇവർ പുതിയ ഒരു പോളിമർ ഉണ്ടാക്കുമ്പോൾ ഇവർ ആദ്യം ഉണ്ടാക്കുന്നത് 5' എൻഡാണ്. ഇവർ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് ഏതാണ്? 5' എൻഡാണ്. ആൻഡ് ഇവർ പ്രൊസീഡ് ചെയ്ത് അവസാനം ഉണ്ടാക്കുന്ന എൻഡാണ് 3' എൻഡ്. ഓൾ എൻസൈംസ് ഇൻ ജനറ്റിക്സ് ഈസ് വർക്കിംഗ് ഇൻ ദിസ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് 5' to 3' എൻഡ്. എല്ലാ എൻസൈംസും, അത് റെപ്ലിക്കേഷനിലാണെങ്കിലും ട്രാൻസ്ക്രിപ്ഷനിലാണെങ്കിലും ട്രാൻസ്ലേഷനിലാണെങ്കിലും ഒക്കെ ഇത് തന്നെയാണ് നടക്കുക. എല്ലാവരും ആദ്യം ഉണ്ടാക്കുന്നത് 5' എൻഡും അവസാനം ഉണ്ടാക്കുന്നത് 3' എൻഡും ആണ്. സോ ദ ഡയറക്ഷൻ ഓഫ് സിന്തസിസ് ഓഫ് ന്യൂ സ്ട്രാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്ഷൻ ഓഫ് സിന്തസിസ് ഓഫ് ന്യൂ സ്ട്രാൻഡ് ഈസ് 5' to 3'. 5' to 3'. നമ്മൾ ആദ്യം ആലോചിച്ചാൽ ആദ്യം വലുതിനെ ഉണ്ടാക്കും ആലോചിച്ചാൽ മതി. ആദ്യം വലുതിനെ ഉണ്ടാക്കും, പിന്നെ ചെറുതിനെ ഉണ്ടാക്കും. വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് ഇവർ എൻഡുകൾ ഉണ്ടാക്കുന്നത്. എല്ലാ എൻസൈംസും ഇങ്ങനെ തന്നെയാണ്. കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് ആപ്ലിക്കേഷൻ ഉണ്ടോന്നോ? അടിപൊളിയായിട്ടുണ്ട്. എത്രയെങ്ങാനും ആപ്ലിക്കേഷൻ ഉണ്ട്. ആരൊക്കെ എന്തൊക്കെയോ ചോദിക്കുന്നു. MBBSൽ ഫുൾ ഓഫ് കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് ആണ്. ആക്ച്വലി ഞാൻ പറഞ്ഞത് ഫിസിയോളജി ഈസ് ദ ബോഡി, നമ്മുടെ ഫിസിയോളജി ഈസ് ദ ഫിസിക്സ് ഓഫ് അവർ ബോഡി എന്നും ബയോകെമിസ്ട്രി ഈസ് ദ കെമിസ്ട്രി ഓഫ് അവർ ബോഡി എന്നുമാണ്. സോ ഫിസിയോളജി, ബയോകെമിസ്ട്രി ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന 2 സബ്ജക്റ്റാണ്. അതിന് ഫിസിക്സും വേണം, കെമിസ്ട്രിയും വേണം. ഞാൻ പിന്നെ ഒരു സെഷനിൽ ഞാനത് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻ എന്നുള്ളത്. സോ ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് ദാറ്റ് തിങ് ഓൾസോ. സോ എല്ലാ ഓർഗാനിസത്തിലും ഈ സാധനം നടക്കുന്നത് 5' to 3' എന്നുള്ള ഈ ഡയറക്ഷനിലാണ് എല്ലാ എൻസൈംസും വർക്ക് ചെയ്യുന്നത്. യുവർ NCERT ലെവൽ, NCERTയിലുള്ള എന്ത് പ്രോസസ്സിനാണെങ്കിലും പുതിയ എൻസൈംസ് ഈ ലെവലിലാണ് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾ ഡയറക്റ്റ്ലി പറഞ്ഞോ, ഒരു പ്രശ്നവും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ബിഗ്ഗർ കൺസെപ്റ്റ് ഓർ ബിഗ്ഗസ്റ്റ് കൺസെപ്റ്റ് ഓഫ് റെപ്ലിക്കേഷനിലേക്ക് നമ്മൾ ചാടുകയാണ്. വാട്ട് ഈസ് റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറഞ്ഞ സാധനം? ഓക്കെ, അതവിടെ നിന്നോട്ടെ. റെപ്ലിക്കേഷൻ ഫോർക്ക് എന്നുള്ള വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ DNAക്ക് എത്ര ലെങ്ത് ഉണ്ടെന്നാണ് പറഞ്ഞത്? ഹൗ ലോങ് ഈസ് അവർ DNA? നമുക്കറിയാം DNA ഈസ് വെരി ലോങ്. എത്ര ലോങ് ആണ്? സോ DNA ഈസ് ലൈക്ക് ഇങ്ങനെ 2 സ്ട്രാൻഡുകളുണ്ട്. 2 സ്ട്രാൻഡിനും കൂടെ ചേർത്തിട്ട് 2.2 മീറ്റർ ലെങ്ത് ഉണ്ടെന്ന് ഇന്നലത്തെ ലാസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് 2.2 മീറ്റർ ലെങ്ത് ഉണ്ടെന്ന് പറയുന്നത്. 2 സ്ട്രാൻഡുകളുണ്ട്. ആൻഡ് ഈ 2 സ്ട്രാൻഡുകളും തമ്മിൽ ബോണ്ടഡ് ആണ്. ഇറ്റ് ഈസ് ബോണ്ടഡ്. 2 സ്ട്രാൻഡും എന്താണ്? ബോണ്ടഡ് ആണ്. ആണോ അല്ലയോ? യെസ്, 2 സ്ട്രാൻഡും ബോണ്ടഡ് ആണ്. എന്ത് ബോണ്ടുകളാണ്? ഹൈഡ്രജൻ ബോണ്ടുകളാണ്. ഏതൊക്കെ തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടുകളാണ്? നമ്മുടെ നൈട്രജൻ ബേസുകൾ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടഡ് ആയിട്ട് 2 സ്ട്രാൻഡും ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഈസ് ദാറ്റ് ക്ലിയർ? ഇത്രയും കാര്യം ക്ലിയർ ആണോ എന്നുള്ള കാര്യം പറയും. 2 സ്ട്രാൻഡുകൾ തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടഡ് ആയിട്ടിരിക്കുക. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇത് റെപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ 2 സ്ട്രാൻഡിനെ സെപ്പറേറ്റ് ചെയ്യണം. ഇങ്ങനെ കൂടിയിരുന്ന 2 സ്ട്രാൻഡിനെ ഇങ്ങനെ പിളിച്ച് പൊളിക്കണം, ഇങ്ങനെ അകത്തി എടുക്കണം.
വേണോ വേണ്ടയോ, ഇങ്ങനെ അകത്തി എടുക്കണം, ഇങ്ങനെ അകത്തി 2 സ്റ്റാൻഡ്, 1 സ്റ്റാൻഡ് 2 സ്റ്റാൻഡ്, 2 സ്റ്റാൻഡിനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടത്തിയെടുക്കാൻ പറ്റുള്ളൂ. യെസ് ഓർ നോ, ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ഇത് മനസ്സിലാവുന്നുണ്ടോ? ഇത് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനെ 2 എണ്ണത്തിനെ അകത്തി എടുക്കണം. ഇത് മനസ്സിലാവുന്നുണ്ടോ? ഇനി അകത്തി എടുക്കണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ഹൈഡ്രജൻ ബോണ്ടിനെ പൊട്ടിക്കണം, ഈ ഹൈഡ്രജൻ ബോണ്ടിനെ എന്ത് ചെയ്യണം? പൊട്ടിക്കണം. സോ നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്, ഇതാ ഇവിടെ പറഞ്ഞു, ആരോ ചോദിച്ചു കെമിസ്ട്രിക്ക് ആപ്ലിക്കേഷൻ ഉണ്ടോ, ഇവിടെ പഠിച്ചോ? ഒരു ബോണ്ട് പൊട്ടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇഫ് യു വാണ്ട് ടു ബ്രേക്ക് എ ബോണ്ട്, ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ വാട്ട് വി ഹൗ ടു ഡു, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ബോണ്ടിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആര് പറഞ്ഞു തരും? ഒരു ബോണ്ടിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യണമെന്ന്? യെസ്, വെരി ഗുഡ്. ദാറ്റ് ഒരു ബോണ്ടിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ, ഏതൊരു ബോണ്ടിനെ ബ്രേക്ക് ചെയ്യണമെങ്കിലും വി ഹൗ ടു പ്രൊവൈഡ് എനർജി കൊടുക്കാണ്ട് ഒരു ബോണ്ട് പോലും പൊട്ടില്ല. എത്ര ചെറിയ ബോണ്ടാണെങ്കിൽ പോലും ബോണ്ട് പൊട്ടത്തില്ല. ബോണ്ട് പൊട്ടണമെങ്കിൽ നമ്മളവിടെ എനർജി കൊടുക്കണം. മനസ്സിലായോ? എനർജി കൊടുക്കണം. സപ്പോസ് നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ ഇത് സെപ്പറേറ്റ് ലൈക്ക് ഈ 2.2 മീറ്റർ ഉള്ള ഈ DNA മുഴുവനായിട്ട് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള മുഴുവൻ ഹൈഡ്രജൻ ബോണ്ടും പൊട്ടിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ മുഴുവൻ ഹൈഡ്രജൻ ബോണ്ടും പൊട്ടിക്കേണ്ടതായിട്ട് വരികയാണെങ്കിൽ അവിടെയുള്ള എനർജി എക്സ്പെൻസ് എങ്ങനെയായിരിക്കും? ഹ്യൂജ് ആയിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അത്രയും ലെങ്ത്തിലുള്ള ഹൈഡ്രജൻ ബോണ്ട്സ് മുഴുവൻ അങ്ങോട്ട് പൊട്ടിക്കണമെങ്കിൽ ഹെവി എനർജി, ഹൈ എനർജി എക്സ്പെൻസ് വരും നമുക്ക്. നമ്മുടെ ബോഡിക്ക് അത്ര എനർജി ഒന്നും ഇല്ല. വാട്ട് വി നീഡ് ടു കൺസർവ് എനർജി. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കുന്നോ? വി നീഡ് ടു കൺസർവ് എനർജി. നമ്മുടെ എനർജി കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കും. എങ്ങനെ നമ്മൾ എനർജി കൺസർവ് ചെയ്യാൻ നോക്കും? നമ്മളിത് മുഴുവൻ പൊട്ടിക്കില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഏരിയാസ് മാത്രം, ഈ ഏരിയ ഇവിടെ പൊട്ടിച്ചു, ഇവിടെ 2 ബോണ്ട് 3 ബോണ്ട് പൊട്ടിച്ചു. ജസ്റ്റ് ഇമാജിൻ, ഇവിടെ ഞാൻ 1 ബോണ്ട് 2 ബോണ്ട് 3 ബോണ്ട്സ് മാത്രം പൊട്ടിക്കും. 3 ബോണ്ട്സ് മാത്രം പൊട്ടിക്കുമ്പോൾ എങ്ങനെ സംഭവിക്കാമെന്നറിയോ? ഈ ഫസ്റ്റ് 3 ബോണ്ട്സിൻ്റെ അവിടെ മാത്രം സെപ്പറേറ്റ് ആയി നിൽക്കും. ഫസ്റ്റ് ബോണ്ട് പൊട്ടിച്ചു, സെക്കൻഡ് ബോണ്ട് പൊട്ടിച്ചു, തേർഡ് ബോണ്ട് പൊട്ടിച്ചു. ഈ ബോണ്ട് മാത്രം അകന്ന് നിൽക്കും, ബാക്കി പോർഷൻസ് എല്ലാം ഇങ്ങനെ അടുത്ത് തന്നെ നിൽക്കും. കാരണം എന്താണ്? ഇവിടെയുള്ള ബോണ്ടുകളൊന്നും പൊട്ടിച്ചിട്ടില്ല. നമ്മൾ എനർജി കൺസർവ് ചെയ്യാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. നമ്മൾ ഒരു പോർഷനിൽ മാത്രം ബോണ്ട് പൊട്ടിച്ചു. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഒരു പോർഷൻ, ഒരു സ്ഥലം ഓപ്പൺ ആയി നിൽക്കും. അത് 2 DNA ഇവിടെയൊക്കെ ഇതാ നോക്ക്, ഞാൻ ഈ ഗ്രീനിൽ മാർക്ക് ചെയ്യുന്ന ഈ ഏരിയയിലെല്ലാം ക്ലോസ്ഡ് ആണ് DNA. ഇവിടെ എല്ലാം DNA ക്ലോസ്ഡ് ആയിട്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളിവിടെ ഈ ബോണ്ട് പൊട്ടിച്ചിട്ടുള്ള ഈ ഒരു ഏരിയയിൽ മാത്രം, ഈ ഒരു പ്രദേശത്ത് മാത്രം DNA ഓപ്പൺ ആണ്. ഞാൻ ഈ യെല്ലോ നിറത്തിൽ മാർക്ക് ചെയ്ത ഏരിയയിൽ. സോ ദാറ്റ് ഏരിയ വേർ ഐ ഹാവ് ഓപ്പൺ ദാറ്റ് DNA, ദാറ്റ് ഏരിയനെ വിളിക്കുന്ന പേരാണ്, ദാറ്റ് ഈസ് നോൺ ആസ് റെപ്ലിക്കേഷൻ ഫോർക്ക്. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? റെപ്ലിക്കേഷൻ ഫോർക്ക്. എന്തിനു വേണ്ടിയിട്ടാണ് റെപ്ലിക്കേഷൻ ഫോർക്ക് ഫോം ചെയ്യുന്നത്? ആരെങ്കിലും പറഞ്ഞു തരുമോ എന്തിനു വേണ്ടിയിട്ടാണ് റെപ്ലിക്കേഷൻ ഫോർക്ക് ഫോം ചെയ്യുന്നത്? റെപ്ലിക്കേഷൻ ഫോർക്ക് ഫോം ചെയ്യുന്നത് ഇറ്റ് ഈസ് ടു കൺസർവ് എനർജി. നമുക്കത് മുഴുവനായിട്ട് ചെയ്യാൻ പറ്റില്ല. ആൻഡ് അവിടെ വേറെ കുറച്ച് കോംപ്ലിക്കേഷൻസും കൂടി ഉണ്ട്, ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദെയർ ഇൻ യുവർ NCERT ടെക്സ്റ്റ് ബുക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ DNA ഇങ്ങനെ ട്വിസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു മോളിക്യൂളാണ്. സോ നമുക്കതിനെ അൺവൈൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എനർജി വേണം. നമ്മൾ എവിടെ ഫിസിക്സിൽ തന്നെ പഠിച്ചിട്ടുണ്ടല്ലേ, ഒരു കോയിൽ അല്ലെങ്കിൽ ഒരു സ്പ്രിങ് ഇങ്ങനെ ട്വിസ്റ്റഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ മുഖത്തൊരു ടെൻഷൻ ഉണ്ടാവും. ഈ ടെൻഷനെ നമ്മൾ റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ എനർജി ഉപയോഗിക്കണം. സോ അതും ഇതിനകത്തൊരു ലോജിക്കാണ്. ബട്ട് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ അതില്ലാത്തത് കാരണം അവിടെ നിൽക്കട്ടെ, ഇത് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾ മേക്ക് ഇറ്റ് സിമ്പിൾ ആസ് പോസിബിൾ. സോ എനർജി കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്നത്. സോ നിങ്ങൾ നോക്കിക്കോ, ഇവിടുത്തെ ഡയറക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇത് 5' ഇത് 3' ആയിരുന്നെങ്കിൽ ഓപ്പോസിറ്റ് ദിസ് ഈസ് 3' ആൻഡ് ദിസ് ഈസ് 5' ആണോ? 5' to 3', 3' to 5' ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. സോ നോക്ക്, ദിസ് എൻഡ് ഈസ് 5' എൻഡ്, ദിസ് എൻഡ് ഈസ് 3' എൻഡ്. ആൻഡ് ഇവിടെ ഓപ്പൺ ആയി വന്ന എൻഡിൽ, ആൻഡ് ഐ ആം ഫേസിങ് സം ടെക്നിക്കൽ ഫെയിലിയർ ഹിയർ ജസ്റ്റ് ബിക്കോസ് നമ്മുടെ കറണ്ട് പോയിട്ടുണ്ട്. കറണ്ട് പോയതിൻ്റെ പുറത്തുള്ള ചെറിയ ടെക്നിക്കൽ ഫെയിലിയേഴ്സ് ഇവിടെ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സോ സപ്പോസ് ദർ ഈസ് എ ചാൻസ് ദാറ്റ് നമ്മുടെ ഈ ലൈവ് സെഷൻ ഇവിടെ എൻഡ് ആവാൻ വേണ്ടിയിട്ടൊരു ചെറിയ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഐ വിൽ കണ്ടിന്യൂ ആസ് സൂൺ ആസ് പോസിബിൾ. ഓക്കെ, സോ ഞാനൊരു വാർണിംഗ് തന്നാണ്. സോ ദിസ് ഈസ് 3' ആൻഡ് ദിസ് ഈസ് 5'. ഓക്കെ, 5' to 3' ആൻഡ് 3' to 5' 2 എൻഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സോ ഇനി നിങ്ങൾ ആലോചിക്കുക നോക്ക്. ഓക്കെ, സോ ഇനി നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ഇവിടെ റെപ്ലിക്കേഷൻ നടത്താൻ പോവുകയാണ്. സോ ചെറിയൊരു എൻഡ് ഓപ്പൺ ചെയ്തു. ആൻഡ് ജസ്റ്റ് ഇമാജിൻ ദാറ്റ് ഇവിടെയായിരുന്നു ഒറി എന്നും കൂടി ആലോചിക്കുക. ഇവിടെയായിരുന്നു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് റെപ്ലിക്കേഷൻ നടക്കുകയുള്ളൂ. സോ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉള്ള സ്ഥലത്ത് നിന്ന് അങ്ങോട്ടേക്ക് എവിടെയാണോ ഓപ്പൺ അപ്പ് ആയത് ആ ഏരിയയിലേക്ക് മാത്രമാണ് എന്ത് നടക്കുക? റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുക എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണോ? ഇസ് ദാറ്റ് ക്ലിയർ ആണോ? ആൻഡ് റെപ്ലിക്കേഷൻ നടക്കുമ്പം എവിടെ നിന്നായിരിക്കും ഏത് എൻഡായിരിക്കും പുതുതായിട്ടുണ്ടാവുക? 5' എൻഡായിരിക്കും ആദ്യം ഉണ്ടാവുക, 3' എൻഡായിരിക്കും ആദ്യം ഉണ്ടാവുക. വിച്ച് എൻഡ് വിൽ ബി ഫോംഡ് ഫസ്റ്റ്? ഏത് എൻഡായിരിക്കും ആദ്യം ഉണ്ടായി വരിക?
who will be telling ഏത് എൻഡായിരിക്കും ആദ്യം ഉണ്ടായി വരിക? ഡെഫിനറ്റ്ലി യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് പുതുതായിട്ട് ഉണ്ടായി വരുന്ന എൻഡ് എപ്പോഴും 5' ഉണ്ടായിരിക്കും. പുതുതായിട്ട് ഉണ്ടാകുന്ന എൻഡ് എപ്പോഴും ഏതായിരിക്കും? 5' ഉണ്ടായിരിക്കും. സോ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 സ്ട്രാൻഡിന് 2 പേര് കൊടുക്കുകയാണ്. ഇത് ഒന്നാമത്തെ സ്ട്രാൻഡ് ആൻഡ് ഇത് രണ്ടാമത്തെ സ്ട്രാൻഡ്. സ്ട്രാൻഡ് നമ്പർ 1 ആൻഡ് സ്ട്രാൻഡ് നമ്പർ 2 എന്ന് ഞാൻ പേരിട്ടു. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പേരിട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ സ്ട്രാൻഡ് നമ്പർ 1-ൽ എവിടെയായിരിക്കും പുതിയ സ്ട്രാൻഡ് അല്ലെങ്കിൽ പുതിയ എൻഡ് ഫോം ചെയ്യുക ആദ്യം എന്നുള്ളതാണ്. സോ നമുക്കറിയാം പുതുതായിട്ട് ഉണ്ടാകുന്നത് എപ്പോഴും 5' ആയിരിക്കും. പുതുതായിട്ട് ഉണ്ടാകുന്നത് എപ്പോഴും 5' ആയിരിക്കും. സോ നോക്കിക്കോ, ഞാൻ പുതിയ സ്ട്രാൻഡ് വരയ്ക്കാൻ പോകുന്നത് പർപ്പിൾ കളറിലാണ്. സോ പർപ്പിൾ കളർ വരയ്ക്കേണ്ട അല്ലേ? ഐ വിൽ ബി ഡ്രോയിങ് ഇൻ റെഡ് കളർ. സോ ഇത് നോക്ക്. സോ ദിസ് എൻഡ് വാസ് ദ 3' എൻഡ്. ഇതായിരുന്നു 3' എൻഡ്. സോ 5' എൻഡ് വിൽ ബി ഫോംഡ് ഹിയർ. ഓക്കെ, എവിടെ ഫോം ചെയ്യുന്നത്? സോ ഇവിടെ ഹിയർ ദർ വിൽ ബി ദ ഫോർമേഷൻ ഓഫ് ദ 5' എൻഡ് ആദ്യം ഫോം ചെയ്യും. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ഇവിടെ 5' എൻഡ് ഫോം ചെയ്യും. ആൻഡ് ലേറ്റർ ഇറ്റ് വിൽ ബി കണ്ടിന്യൂയിങ് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് ഇവിടം വരെ എത്തും. സോ ദിസ് വിൽ ബി ദ 3' എൻഡ്. ഇങ്ങനെ ഫോം ചെയ്ത് നിൽക്കും. ക്ലിയർ? സോ ഇവിടെ ഡയറക്ഷൻ ഓഫ് സിന്തസിസ് വിൽ ബി ലൈക്ക് ഇൻ ദിസ് ഡയറക്ഷനിലാണ് സിന്തസിസ് ഓഫ് ഡയറക്ഷൻ നടക്കുക. ഇങ്ങനെ അങ്ങോട്ട് ഫോം ചെയ്ത് നിൽക്കും. മനസ്സിലാക്കണം? ഓക്കെ, ഇനി സ്ട്രാൻഡ് നമ്പർ 2, ജസ്റ്റ് ടേക്ക് ദ സ്ട്രാൻഡ് നമ്പർ 2. സ്ട്രാൻഡ് നമ്പർ 2-ൽ ഏത് എൻഡിലായിരിക്കും സിന്തസിസ് തുടങ്ങുക? നിങ്ങൾ മനസ്സിലാക്കണം. ഈ എൻഡാണ് ഏത്? 5' എൻഡല്ലേ ആദ്യം ഫോം ചെയ്യാം. ഓക്കെ, സോറി, ഞാനിവിടെ ഇതിൻ്റെ ഡയറക്ഷൻ തിരിച്ചു പറഞ്ഞു. ഇത് 3', ഇത് 5' ആണെങ്കിൽ സോ ഇത് 3' ആൻഡ് ദിസ് വിൽ ബി 5' ആയിരിക്കും. ഓക്കെ, സോ സ്ട്രാൻഡ് നമ്പർ 2-ൽ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും തുടങ്ങുക? നിങ്ങൾ മനസ്സിലാക്കണം. സ്ട്രാൻഡ് നമ്പർ 2-ൽ 3' ഉള്ള ഏരിയ എന്ന് പറഞ്ഞാൽ സോ ദിസ് വിൽ ബി ദ 5' എൻഡ്. ഫസ്റ്റ് ഇത് 5' എൻഡ് ഫോം ചെയ്യും. ആൻഡ് ഫ്രം ഹിയർ ഇറ്റ് വിൽ ബി ഫോർവേഡ്, ഇറ്റ് വിൽ ബി കമ്മിങ് ഫോർവേഡ്. ഇങ്ങനെ അവിടെ സിന്തസിസ് കംപ്ലീറ്റ് ചെയ്യും. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ഇവിടെ എങ്ങനെ ഉണ്ടാവും? ഓക്കെ, അത് മനസ്സിലായി. സോ ഇവിടെ എന്തുണ്ടാവും? ഇവിടെ ഇങ്ങനെ സിന്തസിസ് ഫോം ചെയ്യും. സോ നിങ്ങൾ നോക്കുക, സ്ട്രാൻഡ് നമ്പർ 1-ൽ 5' to 3' ഇങ്ങനെ ഉണ്ടായി. ഞാൻ ആ 5' 3' ഒന്ന് തിരിച്ചിട്ടുണ്ട്. സോ ഇവിടെ നോക്കിക്കോ, നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇങ്ങനെ തന്നെ പോയിക്കോട്ടെ. സോ ഒരു സ്ട്രാൻഡ് നമ്പർ 1-ൽ 5' to 3' ഇങ്ങനെ ഉണ്ടായി. സ്ട്രാൻഡ് നമ്പർ 2-ൽ 5' to 3' ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പുതിയ സ്ട്രാൻഡ് സിന്തസിസ് ചെയ്ത് വെച്ചു. ഇത്രയും കിട്ടിയോ? ഇത്രയും മനസ്സിലായോ? നോക്ക്, ഇത്രയും മനസ്സിലായെങ്കിൽ മാത്രമാണ് ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയാം. ഇത്രയും മനസ്സിലായ സമയത്ത് ക്ലിയർ ആണ് എന്നുള്ള കാര്യം ഒന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഹിയർ. ഓക്കെ, ഈസ് ദാറ്റ് ക്ലിയർ ഗൈസ്? ക്ലിയർ ആണോ? ഓക്കെ, സോ ഐ ഹോപ്പ് ഇത് ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുകയാണ്. സോ ഇനി നോക്ക് നമ്മൾ അപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിരുന്ന ആ ഏരിയയിലെ സിന്തസിസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? തൊട്ടടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നോക്ക്, തൊട്ടടുത്ത സ്റ്റെപ്പിൽ ഈ ക്ലോസ്ഡ് ആയിരുന്ന ഈ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യണം. ഈ ഹൈഡ്രജൻ ബോണ്ട് ഞാൻ വീണ്ടും ഇവിടെ 3 ബോണ്ട് ബ്രേക്ക് ചെയ്യുക. 1 2 3 3 ബോണ്ടുകൾ കൂടി ബ്രേക്ക് ചെയ്യുക. അപ്പോൾ കുറച്ചൊരു ഏരിയ കൂടി എക്സ്പാൻഡ് ചെയ്ത് വരും. സോ കുറച്ച് ഏരിയ കൂടി എക്സ്പാൻഡ് ചെയ്ത് വന്നിട്ടുള്ള ആ ഫിഗർ ഞാൻ ഇവിടെ വരയ്ക്കാം. ഓക്കെ, സോ നിങ്ങൾ നോക്കിക്കോ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗറാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗറാണ്. സോ നോക്കിക്കോ, ഇനീഷ്യലി എക്സ്പാൻഡ് ചെയ്തിരുന്ന ഏരിയ ഇതാണ്. ആൻഡ് ഇവിടെ നിന്ന് കുറച്ച് ഏരിയകൾ കൂടി പുതുതായിട്ട് എക്സ്പാൻഡ് ചെയ്ത് വന്നു. ഓക്കെ, നോക്കിക്കോ, കുറച്ച് ഏരിയ കൂടി പുതുതായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു. ബാക്കി ഏരിയാസ് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടിരിക്കുകയാണ്. ആൻഡ് ഞാൻ കുറച്ച് മുമ്പ് വരച്ച പടം വെച്ചിട്ടാണെങ്കിൽ എങ്ങനെയാണ്? സോ ദിസ് എൻഡ് ഈസ് ദ 3' എൻഡ്. ഇത് 3' എൻഡാണ്, ഇത് 5' എൻഡാണ്, ഇത് 3' എൻഡാണ്. ദിസ് എൻഡ് വിൽ ബി ദ 5' എൻഡാണ്. ഓക്കെ, നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കോ, ദിസ് വിൽ ബി ദ 5' എൻഡ്. ഓക്കെ, ഇത് 3' 5' ഇങ്ങനെയാണ് സാധനങ്ങൾ വരിക. ആൻഡ് നമ്മൾ മനസ്സിലാക്കി ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ ഇവിടെ മുതൽ ഇവിടെ വരെ സിന്തസൈസ് ചെയ്ത് വെച്ചിരുന്നു. ദിസ് ഈസ് 5', ദിസ് ഈസ് 3'. ആൻഡ് അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ മുതൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സിന്തസൈസ് ചെയ്ത് വെച്ചിരുന്നു. ദിസ് ഈസ് 5', ദിസ് ഈസ് 3'. ഇങ്ങനെ സിന്തസൈസ് ചെയ്ത് വെച്ചിരുന്നു. ഇനി വാട്ട് ടു ഹാപ്പൻ നെക്സ്റ്റ് എന്നുള്ളതാണ്. സോ നിങ്ങൾ നോക്ക്, ഒന്നാമത്തെ സ്ട്രാൻഡ് വീണ്ടും എടുത്തോട്ടോ. ഒന്നാമത്തെ സ്ട്രാൻഡ്, ദിസ് ഈസ് ദ സ്ട്രാൻഡ് നമ്പർ 1. ഞാൻ വരയ്ക്കുന്നത് സ്ട്രാൻഡ് നമ്പർ 1 ആണ്. ദിസ് ഈസ് സ്ട്രാൻഡ് നമ്പർ 2 ആണ്. ഓക്കെ, സ്ട്രാൻഡ് നമ്പർ 1-ൽ എങ്ങനെയായിരിക്കും സിന്തസിസ് ഉണ്ടാവുക? നിങ്ങൾ ആലോചിച്ച് നോക്ക്. സോ ഈ എൻഡ്, ഇവിടെയുള്ള ഈ പാരലൽ എൻഡ്, ദിസ് എൻഡ് വിൽ ബി ആക്ടിങ് ആസ് 3' ആൻഡ് ദിസ് എൻഡ് വിൽ ബി ആക്ടിങ് ആസ് 5'. സോ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ നിന്ന് ഈ വന്ന സിന്തസിസ് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങോട്ടേക്ക് പോകും. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകും. ഈസ് ദാറ്റ് ക്ലിയർ? ഇത്രയും മനസ്സിലായോ? ഇനി തിരിച്ച് നോക്ക്. അടുത്ത ഇതിൽ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക? സോ ഇറ്റ് വിൽ ബി സ്റ്റാർട്ടിങ് ഫ്രം, ഞാൻ 2 പോയിന്റ് മാർക്ക് ചെയ്യാം. A ഉണ്ട്, B ഉണ്ട്, 2 ഏരിയ ഉണ്ട്. A ഉണ്ട്, B ഉണ്ട്, 2 ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ സെക്കൻഡ് സ്റ്റെപ്പിൽ, സെക്കൻഡ് സ്റ്റാൻഡിലുള്ള സിന്തസിസ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? Aയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യോ, Bയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യോ? ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ എൻസൈമിൻ്റെ ഡയറക്ഷനാണ്. എൻസൈം വിൽ ഓൾവേസ് സിന്തസൈസ് 5' ഫസ്റ്റ് ആൻഡ് 3' ലാസ്റ്റ്. അങ്ങനെയല്ലേ സിന്തസൈസ് ചെയ്യുക? സോ ഫസ്റ്റ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? ഈ രണ്ടാമത്തെ സ്റ്റാൻഡിൽ Bയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും.
ചെയ്യുമോ അതോ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമോ? എവിടെ നിന്നാണ് സെക്കൻഡ് സ്റ്റാൻഡിൻ്റെ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുക? ഫ്രം വിച്ച് പോയിന്റ് ദ സെക്കൻഡ് സ്റ്റാൻഡ് സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യും? എവിടെ നിന്നാണ് സെക്കൻഡ് സ്റ്റാൻഡിൻ്റെ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുക? ആര് പറയും? യെസ്, വെരി ഗുഡ്, അഫ ആണ് ആദ്യം പറയുക. അഫ, ഹലീം, കെ കെ ആണ് ആദ്യം ഉത്തരം പറഞ്ഞത്. ഇറ്റ് വിൽ ബി സ്റ്റാർട്ടിങ് ഓൺലി ഫ്രം ബി. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ലാണ്ടാവുമ്പം ഇറ്റ് വിൽ ബി സ്റ്റാർട്ടിങ് ഫ്രം ബി. നിങ്ങൾ നോക്കിക്കോ, വളരെ ശ്രദ്ധിച്ച് കേട്ടോ. ബിയിൽ നിന്ന് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ആൻഡ് ഇറ്റ് വിൽ ബി കമ്മിങ് ആൻഡ് ഇവിടെ വന്നിട്ട് വീണ്ടും സ്റ്റോപ്പായി നിൽക്കും. Can you see? Are you understanding? Are you understanding this thing? Are you understanding this thing? So ഇവിടെ വരെ ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. വാട്ട് ഈസ് ഇൻ ദ മൂന്നാമത്തെ സ്റ്റെപ്പ്? തേർഡ് സ്റ്റെപ്പിൽ എന്താണ് നടക്കേണ്ടത്? തേർഡ് സ്റ്റെപ്പിൽ ഇനി അടുത്ത് എന്താ നടക്കേണ്ടത്? ഇനി ഇവിടെ ഹൈഡ്രജൻ ബോണ്ടഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. വാട്ട് വിൽ ബി ഒക്കറിങ് ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? വാട്ട് വിൽ ബി ഒക്കറിങ് ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? ആര് പറഞ്ഞു തരും? വാട്ട് വിൽ ബി ഒക്കറിങ് ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? ഡെഫിനറ്റ്ലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നെക്സ്റ്റ് വീണ്ടും ഇവിടെയുള്ള ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യും. ഞാൻ പറയുകയാണ് 1 2 3 3 ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യാണ്. 3 ബോണ്ടുകൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും എന്നുള്ള കാര്യം ഞാൻ തൊട്ട് താഴെ വരച്ച് കാണിച്ചു തരാം. ഇവിടെ വരച്ച് കാണിച്ചു തരാം. സോ നോക്ക്, നമുക്കൊരു ഏരിയ ഉണ്ടായിരുന്നു. ആദ്യം സിന്തസൈസ് ചെയ്ത ഏരിയ, രണ്ടാമത് സിന്തസൈസ് ചെയ്ത ഏരിയ, മൂന്നാമത് കുറച്ച് ഏരിയകൾ കൂടി ഓപ്പണായി വന്നു. അതുപോലെ തന്നെ താഴെയും ഇവിടെ ഒരു ഏരിയ ഓപ്പണായി, രണ്ടാമത്തെ ഏരിയ ഓപ്പണായി, മൂന്നാമത്തെ ഏരിയ ഓപ്പണായി വന്നു. ബാക്കി കുറച്ചൊരു ഏരിയ കൂടി ബാക്കി ഇവിടെ ഉണ്ട്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, സോ അത് ബോണ്ട് ഓപ്പണായി വരുമ്പോൾ ഇങ്ങനെ വരും. ആൻഡ് യു ക്യാൻ സി ഇത് ഈ ഡയറക്ഷൻ, ഇതെന്തായിരുന്നു ഡയറക്ഷൻ? ദിസ് ഡയറക്ഷൻ ഈസ് 3' ഇത് 5' ആയിരുന്നു. ആൻഡ് ഇവിടെ എന്തായിരുന്നു? ഇവിടെ 3' ആയിരുന്നു, ഇവിടെ 5' ആയിരുന്നു. ആൻഡ് ഇവിടെ സിന്തസിസ് ഇവിടെ തുടങ്ങി ഇതാ ഇങ്ങനെ ഇവിടെ വന്ന് അത് ഇങ്ങനെ കണ്ടിന്യൂ ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ആദ്യം ഇവിടെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സിന്തസൈസ് ചെയ്ത് നിന്നു, രണ്ടാമത്തെ സ്റ്റാൻഡിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സിന്തസൈസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 2 പീസായിട്ട് അവിടെ നിന്നത്. ഓക്കെ, ഇനി വാട്ട് വിൽ ബി ഒക്കറിങ്? എഗെയിൻ പറഞ്ഞോ ഇത് സ്റ്റാൻഡ് നമ്പർ 1, ഇത് സ്റ്റാൻഡ് നമ്പർ 2, ഇത് ബി, ഇത് എ. ഓക്കെ, ഇനി സ്റ്റാൻഡ് നമ്പർ 1 ജസ്റ്റ് ആലോചിച്ച് നോക്കുക. സ്റ്റാൻഡ് നമ്പർ 1 എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും സിന്തസിസ്? എ ടു ബി ആയിരിക്കും, ബി ടു എ ആയിരിക്കും സിന്തസിസ് പോകുന്നത്. സ്റ്റാൻഡ് നമ്പർ 1 എവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും? സോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സ്റ്റാൻഡ് നമ്പർ 1ൻ്റെ കാര്യമായിരുന്നു. സ്റ്റാൻഡ് നമ്പർ 1 എന്തായിരുന്നു നടന്നുകൊണ്ടിരുന്നത്? വാട്ട് വാസ് ഹാപ്പനിങ് ഇൻ ദ സ്റ്റാൻഡ് നമ്പർ 1? സ്റ്റാൻഡ് നമ്പർ 1 നമുക്കറിയാം അതിൻ്റെ ഡയറക്ഷൻ, സ്റ്റാൻഡ് നമ്പർ 1ൻ്റെ ഡയറക്ഷൻ വാസ് 3' to 5' ആയിരുന്നു. എൻസൈംസിന് 5' to 3' സിന്തസൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് ഈ ഓപ്പോസിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് സിന്തസൈസ് ചെയ്ത് പോകാൻ പറ്റും. സോ ദാറ്റ് വിൽ ബി കോളിംഗ് ദ സ്റ്റാൻഡ് നമ്പർ 1 ആസ് വാട്ട്? കണ്ടിന്യൂസ് സ്റ്റാൻഡ്. സ്റ്റാൻഡ് നമ്പർ 1 നമ്മൾ എന്ത് വിളിക്കും? കണ്ടിന്യൂസ് സ്റ്റാൻഡ് എന്ന് വിളിക്കും. Are you understanding? That is known as what? Continuous strand എന്ന് വിളിക്കും. Strand number 1 is known as continuous strand. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? Do you have any problem? ഒരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ സ്ട്രാൻഡ് നമ്പർ 2ലേക്ക് നോക്കിക്കേ. സ്ട്രാൻഡ് നമ്പർ 2 ആദ്യം ഈ ഒരു പോർഷൻ മാത്രം സിന്തസൈസ് ആയി ഇവിടെ വന്ന് നിന്നു. റൈറ്റ്? ഇറ്റ് ഈസ് സ്റ്റോപ്പിംഗ്. ആൻഡ് രണ്ടാമത് തുടങ്ങുമ്പോൾ വീണ്ടും തുടങ്ങണം. ഇറ്റ് വിൽ ബി സിന്തസൈസിങ് ഫ്രം ഹിയർ. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് വീണ്ടും സിന്തസൈസ് നിൽക്കണം, രണ്ടാമത്തെ പീസ്. ഇനി മൂന്നാമത്തെ പീസ് വീണ്ടും ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങോട്ടേക്ക് സിന്തസൈസ് ചെയ്യണം. ഹൗ വാസ് ദ സിന്തസിസ് ഇസ് ഗോയിങ് ഓൺ ദ സ്റ്റാൻഡ് നമ്പർ 2? ഇസ് ഇറ്റ് കണ്ടിന്യൂസ് ആയിട്ടാണോ പോകുന്നത് സ്റ്റാൻഡിൽ? അല്ല, അത് കണ്ടിന്യൂസ് ആയിട്ടല്ല പോകുന്നത്. ദാറ്റ് ഈസ് ഒക്കറിങ് ആസ് ഫ്രാഗ്മെന്റ്സ്. ചെറിയ പീസുകൾ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് സിന്തസൈസ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. സോ ദാറ്റ് ദ സ്റ്റാൻഡ് നമ്പർ 2 ഇറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ഡിസ്കണ്ടിന്യൂസ് സ്റ്റാൻഡ്. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? ഡിസ്കണ്ടിന്യൂസ് സ്റ്റാൻഡ് എന്നാണ് വിളിക്കുക. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്കണ്ടിന്യൂസ് സ്റ്റാൻഡ് എന്ന് വിളിക്കും. സ്റ്റാൻഡ് നമ്പർ 2. വാട്ട് ഈസ് ദ പൊളാരിറ്റി ഹിയർ? പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ 5' to 3' ആണ്. എന്തുകൊണ്ട് ഇവിടെ ഡിസ്കണ്ടിന്യൂസ് ആയി? ബിക്കോസ് നമ്മുടെ എൻസൈമിന്റെ പൊളാരിറ്റിയും 5' to 3' ആണ്. എൻസൈമിന്റെ അതേ ഡയറക്ഷനിലുള്ള സ്റ്റാൻഡിൽ ഇതിന് ഡയറക്ട്ലി സിന്തസൈസ് ചെയ്യാൻ പറ്റില്ല, ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ് സിന്തസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് സപ്പോസ് നിങ്ങൾ ആലോചിച്ച് വെക്കുക, ഇവിടെ റെപ്ലിക്കേഷൻ ഫോർക്ക് എന്നൊരു കൺസെപ്റ്റ് ഇല്ല എന്ന് വിചാരിക്കുക. അതായത് ഇവിടെ നമുക്കൊരു DNA സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഓക്കെ, DNA സ്റ്റാൻഡുകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇവിടെ എനർജി കൺസർവേഷനോ വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എല്ലാ ബോണ്ടിനെയും ഒരുമിച്ച് അങ്ങ് പൊട്ടിച്ചു. 2 സ്റ്റാൻഡിനെ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല. 1 സ്റ്റാൻഡ് വിൽ ബി സിന്തസൈസ്ഡ് ഫ്രം ഹിയർ ടു ഹിയർ കണ്ടിന്യൂസ് ആയിട്ട്, അടുത്തത് ഇവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് സിന്തസൈസ് ചെയ്തു. പക്ഷേ നമ്മുടെ ഈ കണ്ടിന്യൂസ് ഡിസ്കണ്ടിന്യൂസ് എന്നുള്ള പ്രശ്നം ഉണ്ടായി വരുന്നത് എപ്പോഴാണെന്നറിയോ? നമുക്ക് റെപ്ലിക്കേഷൻ ഫോർക്ക് ഉള്ളത് കൊണ്ടാണ്. നമ്മൾ എന്ത് ചെയ്യും? എല്ലാം കൂടെ ഒരുമിച്ച് പൊട്ടിക്കുന്നതിന് പകരം നമ്മൾ ആദ്യം ഒരെണ്ണം പൊട്ടിക്കും. അത് ഒരെണ്ണം പൊട്ടിച്ചിട്ട് ആ ഒരു ഏരിയ മാത്രം ഇങ്ങനെ അകത്തി വെക്കും. ദാറ്റ് വിൽ ബി, അത് മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? സോ അത് മാത്രം സെപ്പറേറ്റ് ചെയ്ത് വെക്കും. അതുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നം വരും. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ ഇത് മാത്രം പൊട്ടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ മാത്രം, ഈ ഏരിയനെ മാത്രം അകത്തി വെക്കും. സോ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു
കോംപ്ലിക്കേഷൻസ് ഉണ്ടായി വരുന്നത് കണ്ടിന്യൂസ് ആൻഡ് ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ് NCERT-യിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആൻഡ് സംബഡി ഈസ് ടെല്ലിങ് എ നെയിം ഹിയർ. ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ഈ ഫ്രാഗ്മെന്റ്സിനെ ഒരു പേര് വിളിക്കും. ദാറ്റ് ഇസ് എ ജാപ്പനീസ് നെയിം ദാറ്റ് ഈസ് നോൺ ആസ് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് എന്നാണ് വിളിക്കുക. സോ ഇങ്ങനെ ഫ്രാഗ്മെന്റ് ആയിട്ടിരുന്നാൽ മതിയോ DNA ഇങ്ങനെ ഫ്രാഗ്മെന്റ് ആയിട്ടിരുന്നാൽ മതിയോ? ഓരോരോ കഷ്ണമായിട്ടിരുന്നാൽ മതിയോ? DNA പോരാ. DNA ഇങ്ങനെ ഫ്രാഗ്മെന്റ് ആയിട്ട് ഇരുന്നാൽ പോരാ. DNA എന്ത് ചെയ്യണം? DNA കൂട്ടിച്ചേർക്കണം. എങ്ങനെ കൂട്ടിച്ചേർക്കും? നമ്മൾ ഉണ്ടായ ഫ്രാഗ്മെന്റ്സിനെ എല്ലാം ഇങ്ങനെ ഉണ്ടായ ഫ്രാഗ്മെന്റ്സിനെ എല്ലാത്തിനെയും നമ്മൾ നടുവിൽ പശ വെച്ച് ഒട്ടിക്കും. നമ്മൾ എന്ത് വെച്ച് ഒട്ടിക്കും? പശ വെച്ചിട്ട് ഒട്ടിക്കും. പശ ഗ്ലൂ ചെയ്ത് ഒട്ടിക്കും. സോ വാട്ട് ഈസ് ദാറ്റ് എൻസൈം ദാറ്റ് ഈസ് നോൺ ആസ് മോളിക്കുലാർ ഗ്ലൂ? ദാറ്റ് ഈസ് നോൺ ആസ് DNA ligase എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. DNA ligase എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക, ലിഗേച്ചർ എന്നൊക്കെ പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക, ഒരുമിച്ച് തുന്നി വെക്കുക എന്നൊക്കെയാണ് അർത്ഥം. സോ DNA ligase എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ഇതിനെ ഒട്ടിച്ച് വെക്കും. ആർ യു അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് തിങ്? സോ ഒരു സ്ട്രാൻഡിൽ കണ്ടിന്യൂസ് ആണ്, ഒരു സ്ട്രാൻഡിൽ ഡിസ്കണ്ടിന്യൂസ് ആണ്. ആർ യു അണ്ടർസ്റ്റാൻഡിങ് ദിസ് തിങ്? സോ ഇവിടെ നിങ്ങൾ നോക്ക്, ദിസ് ഈസ് ദ ഫിഗർ ഫ്രം യുവർ NCERT ടെക്സ്റ്റ് ബുക്ക്. ഇത് NCERT ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ ആണ്. ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. എന്ത് മനസ്സിലാവും? നിങ്ങൾക്കറിയാം ഒരു സ്ട്രാൻഡ് ഉണ്ട്. സോ ഈ ഫിഗറിൽ ഞാൻ 2 പൊസിഷൻസ് മാർക്ക് ചെയ്യാം. വൺ ഈസ് A, അനദർ വൺ ഈസ് B. ഓക്കെ, 2 സ്ട്രാൻഡ് മാർക്ക് ചെയ്യാം. സ്ട്രാൻഡ് നമ്പർ 1 ആൻഡ് സ്ട്രാൻഡ് നമ്പർ 2. ഓക്കെ, 2 സ്ട്രാൻഡ് മാർക്ക് ചെയ്യും. ഇതിൽ എവിടെയാണ് ഒറി സിന്തസൈസ് ചെയ്യുന്നത്? വെർ ഈസ് ദ ഒറി സിറ്റുവേറ്റഡ്? ഒറി എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? നോക്കട്ടെ, നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടോ, ഐഡിയ മനസ്സിലായിട്ടുണ്ടോ എന്നുള്ള കാര്യം. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എവിടെയായിരിക്കും ഉണ്ടാവുക? എയിലായിരിക്കോ, ബിയിലായിരിക്കോ, 1-ലായിരിക്കോ, 2-ലായിരിക്കോ? വെർ ഈസ് ദ ഒറി സിറ്റുവേറ്റഡ്? ഒറി എവിടെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ആര് പറഞ്ഞു തരും? Who will be telling where is the ori situated? Yes, very good. Ori is situated here. Ori situated ഇവിടെയാണ്. അതുകൊണ്ടാണ് ഈ റെപ്ലിക്കേഷൻ ഇവിടെ നിന്ന് മേളിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ സൈഡിലേക്ക് ഇങ്ങനെ വരച്ചത് ഇത് NCERT-യിൽ മേളിലേക്ക് ഇങ്ങനെ വരച്ച് കാണിച്ചു തരാണ്. ഒറി ഇവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. Is there any confusion here? Is there any confusion? No problems. ഒറി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ടാണ് എങ്ങനെ പോകുന്നത്. Is that clear there? Are you understanding, guys? Are you understanding? ഒറി. ഓക്കെ, ഇനി നോക്ക്. ഇനി ഞാൻ പറഞ്ഞു ഒരു സ്ട്രാൻഡിന്റെ ഡയറക്ഷൻ എന്താണ്? 3' to 5' ഉള്ള ഡയറക്ഷൻ. ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു എൻസൈം. എൻസൈമിന്റെ ഓപ്പോസിറ്റ്. എൻസൈം ഏതാണ്? എൻസൈമിന്റെ ഡയറക്ഷൻ ഓൾവേസ് 5' to 3' ആണ്. അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള സ്ട്രാൻഡിൽ കണ്ടിന്യൂസ് ആയിട്ട് സിന്തസിസ് നടക്കുന്നത് കാണാൻ പറ്റും. സോ വി വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് വാട്ട്? വി വിൽ ബി കോളിംഗ് ഞാൻ നോക്കാം. സോ വി വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് വാട്ട്? നമ്മൾ എന്താ ഇതിനെ വിളിക്കുക? വി വിൽ ബി കോളിംഗ് ഇറ്റ് ആസ്, ക്യാമറയിലുണ്ട്. So we will be calling it as, നമ്മൾ ഇതിനെ എന്ത് വിളിക്കും? We will be calling it as what? We will be calling it as continuous strand. This is known as what? Continuous strand എന്ന് വിളിക്കും. So other strand, you have to understand that thing. Other strand it is known as what? നമ്മുടെ ടെക്നിക്കൽ ടീം ആട്ടോ, ഒന്നും പേടിക്കണ്ട. അവർ നമ്മൾ ഈ സിസ്റ്റം ഒന്ന് റെഡിയാക്കി തരാൻ വേണ്ടിയിട്ട് ഇടയിലൊന്ന് വന്ന് കയറിയതാണ്, കുഴപ്പമില്ല. സോ ഇവിടെ എന്താണ്? ഒരു ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡ്. ഈ സ്റ്റാൻഡ് നമ്പർ 2-നെ നമ്മൾ വിളിക്കും എന്ത്? ഡിസ്കണ്ടിന്യൂസ് സ്റ്റാൻഡ് എന്ന് വിളിക്കും. വാട്ട് ഈസ് ദ പൊളാരിറ്റി? പൊളാരിറ്റി ഈസ് 5' to 3'. ഇത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ആൻഡ് യു കനോട്ട് ബൈ ഹാർട്ട് ദിസ് തിങ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണിത്. ഇത് ഒരിക്കലും ബൈ ഹാർട്ട് ചെയ്യരുത്. കാരണം എന്താണെന്നറിയോ? നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ കണ്ടിന്യൂസ് ഏതായിരുന്നു, ഡിസ്കണ്ടിന്യൂസ് ഏതായിരുന്നു, ഏതാണ് വലുത്, ഏതാണ് ചെറുത് എന്നൊക്കെ മറന്നുപോകും. ഇതിന്റെ പൊളാരിറ്റി മറന്നുപോകും. സോ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നിനെ മാത്രം റിലേറ്റ് ചെയ്ത് പഠിക്കണം. സോ ഒറ്റ ഡയറക്ഷൻ പഠിക്കുക. ഡയറക്ഷൻ ഓഫ് എൻസൈം പഠിക്കുക. ഇതാണ് ഇതിന്റെ വഴി കേട്ടോ. ഡയറക്ഷൻ ഓഫ് എൻസൈം വഴി. ഇത് മാത്രമല്ല, ഒരുപാട് വഴികളുണ്ട്. പക്ഷെ ഞാൻ പഠിച്ച എൻ്റെ വഴി ഇതാണ്. ഞാൻ പഠിക്കുന്നത് ഡയറക്ഷൻ ഓഫ് എൻസൈം ആണ്. ദാറ്റ് ഈസ് 5' to 3' എന്ന് പഠിക്കും. ഓക്കെ, ഡയറക്ഷൻ ഓഫ് എൻസൈം. സോ എൻസൈം എപ്പോഴും 5' മുതൽ 3'ലേക്കാണ് പോവുക. സോ കണ്ടിന്യൂസ് ആയിട്ട് എവിടെ പോകാൻ പറ്റും? എവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകാൻ പറ്റും? എൻസൈം ക്യാൻ ഗോ കണ്ടിന്യൂസ്ലി ഇൻ ദ സ്ട്രാൻഡ് വേർ ഇറ്റ് ഈസ് 3' to 5'. 3' to 5' ഉള്ള ഒരു സ്ട്രാൻഡിൽ എൻസൈമിന് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ സെയിം ഡയറക്ഷനുള്ള 5' to 3' ഉള്ള സ്ട്രാൻഡിൽ എൻസൈമിന് കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റില്ല. ഓരോരോ പോയിന്റിൽ നിർത്തിയേ പോകാൻ പറ്റുള്ളൂ. സോ ദിസ് വാസ് മൈ വേ ഓഫ് ടീച്ചിങ്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഇങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത്. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. സോ ബേസിക്കലി ദിസ് ഈസ് എ കൺസെപ്റ്റ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു കൺസെപ്റ്റ് ആണ്. റെപ്ലിക്കേഷൻ ഫോർക്ക് എന്നുള്ളത് ഒരു കൺസെപ്റ്റ് ആണ്. ഇതൊരു ഐഡിയ ആണ്. ഇതൊരു പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ വെച്ചിരിക്കുക. ആൻഡ് ഇതിങ്ങനെ പ്രോസസ് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പുകൾ, ബോണ്ട് ബ്രേക്ക് ആവുന്നതും വിട്ട് വരുന്നതും, പുതിയ സ്റ്റാൻഡ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായി പോകുന്നതും, പുതിയ സ്റ്റാൻഡ് ഇങ്ങനെ ഉണ്ടായി വരുന്നതൊക്കെ നിങ്ങൾ അതനുസരിച്ചിട്ട് ഓർത്ത് ആലോചിച്ച് പഠിച്ച് ഓർത്തിട്ട് ഉത്തരം എഴുതുക. സോ തിങ്ക് ബിഫോർ ആൻസറിംഗ് എന്നുള്ളത്. കാരണം സെൻറ്റൻസ് വൈസ് ഓപ്ഷൻസ് ആണ് തരിക. എൻട്രൻസിന് തരുന്നത് സെൻറ്റൻസ് വൈസ് ഓപ്ഷൻസ് ആണ്. സോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആലോചിച്ച് വെക്കുക ആൻഡ് നോക്കാം. ആൻഡ് about DNA ligase, I told you what is the other name of DNA ligase. DNA ligase വേറെ പേരെന്താണ്? That is known as what? Molecular glue. എന്ന് വിളിക്കും. പശയാണ്, പശ. എന്തിനാണ്? നമുക്കിങ്ങനെ ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡിൽ ഉണ്ട്. ഡിസ്കണ്ടിന്യൂസ് സ്ട്രാൻഡിൽ കുറച്ച് പീസസ് ഓഫ് DNA ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കിയിരുന്നു. ഈ പീസസ് ഓഫ് DNA
കൂട്ടിച്ചേർത്ത് ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. ദാറ്റ് ഈസ് വാട്ട്? ദാറ്റ് ഈസ് DNA ligase. So DNA ligase is used in the discontinuous strand. DNA ligase is used in the discontinuous strand. Clear that? Are you understanding? And final thing. ഓക്കെ, ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ അവസാനമായിട്ട് പറയാൻ പോകുന്ന ഒരു സാധനമാണ് ദാറ്റ് ഈസ് റോൾ ഓഫ് RNA ഇൻ റെപ്ലിക്കേഷൻ. നമ്മുടെ റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ ഞാൻ പറഞ്ഞു, റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ DNAയിൽ നിന്ന് DNA ഉണ്ടാകുന്ന സാധനമാണ്. സോ ഈസ് ദർ എനി റോൾ ഓഫ് RNA ഇൻ റെപ്ലിക്കേഷൻ? അതാണ് ഒരു സാധനമാണ്. സോ ആക്ച്വലി ദിസ് ഈസ് ദെയർ ഇൻ സംവെയർ ഇൻ NCERT ടെക്സ്റ്റ് ബുക്ക്. NCERT ഇങ്ങനെ പറയാതെ പറഞ്ഞൊക്കെ വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. ജസ്റ്റ് ഇതും കൂടി മനസ്സിലാക്കിക്കോ. ഈസ് ദെയർ എനി റോൾ ഇൻ RNA ഫോർ ദാറ്റ് തിങ്? ഞാൻ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ദിസ് ഈസ് സംതിങ് അബൌട്ട് എവല്യൂഷൻ. എവല്യൂഷനെ സംബന്ധിച്ചിട്ട് സാധനം പറയാം. എവല്യൂഷൻ ഒരുപാട് പ്രൂഫുകളുണ്ട്. നിങ്ങൾ എവല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുമ്പോൾ അവിടെ എംബ്രിയോളജിക്കൽ പ്രൂഫും പല തരത്തിലുള്ള പ്രൂഫുകൾ നിങ്ങൾ പറയുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് എ പ്രൂഫ് ഓഫ് എവല്യൂഷൻ. വാട്ട് ഈസ് ദിസ് പ്രൂഫ്? ഈ പ്രൂഫ് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ? ഈ പ്രൂഫിൽ ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സെക്കൻഡേ. ഓക്കെ, സോ ഇവിടെ ഈ റോൾ ഓഫ് എവല്യൂഷനിൽ എന്താ നടക്കുകയെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞു ഇനീഷ്യലി ഉണ്ടായിരുന്നത് RNA ജനറ്റിക് മെറ്റീരിയൽ ഉള്ള ആളുകളായിരുന്നു. ഇനീഷ്യലി ഉള്ള പ്രിമിറ്റീവ് ഓർഗാനിസത്തിന് RNA ആയിരുന്നു ജനറ്റിക് മെറ്റീരിയൽ. സോ എല്ലാ പ്രോസസ്സുകളും ഞാൻ പറഞ്ഞു, വൈറസുകളിൽ RNAയിൽ നിന്ന് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, RNAയിൽ നിന്ന് RNA ഉണ്ടാവുന്നതാണ് വൈറസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. ഞാൻ ഓൾറെഡി ആദ്യമേ എക്സാമ്പിൾ പറഞ്ഞ സമയത്ത് പറഞ്ഞ കാര്യമാണ്. സോ ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പോഴും നമ്മുടെ എൻസൈമിന്, ഏതായിരുന്നു നമ്മുടെ എൻസൈമിൻ്റെ പേര് DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് എന്നാണ് നമ്മുടെ എൻസൈമിൻ്റെ പേര്. സോ ഈ എൻസൈം ഉണ്ടായി വന്നത്, ഈ എൻസൈം എവിടെ നിന്നായിരിക്കും ഉണ്ടായി വന്നത്? ഈ DNA പോളിമറൈസ് എവിടെ നിന്നായിരിക്കും ഉണ്ടായി വന്നത്? DNA പോളിമറൈസ് എന്ന് പറഞ്ഞ എൻസൈമിൻ്റെ പ്രിക്കോസർ, ഇതിന് മുന്നേ ഉള്ള ഇതിൻ്റെ മുൻഗാമി എന്ന് പറയുന്ന എൻസൈം ഡെഫിനറ്റ് ആയിട്ടും ഏറ്റവും ആദ്യം വന്നത് RNA പോളിമറൈസ് എന്ന് പറയുന്ന സാധനം അല്ലേ? RNA പോളിമറൈസ് എന്ന് പറഞ്ഞ എൻസൈമിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇപ്പോൾ ഉണ്ടായി വന്ന ഈ DNA പോളിമറൈസ് എന്ന് പറഞ്ഞ എൻസൈം ഉണ്ടായി വന്നത്. കാരണം എന്താ? പ്രിമിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസംസ് RNA ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്, പ്രിമിറ്റീവ്. ഇപ്പോൾ ഉള്ളത് അഡ്വാൻസ്ഡ് ഓർഗാനിസംസ് ആണ്. ആർ യു ഗെറ്റിംഗ് ദാറ്റ് തിങ്? ഇവിടെ നിന്ന് RNA ജനറ്റിക് മെറ്റീരിയൽ ആയിരിക്കുന്നിടത്തു നിന്നാണ് എന്ത് വന്നത്? RNA ജനറ്റിക് മെറ്റീരിയൽ ആയിരിക്കുന്നിടത്തു നിന്നാണ് എങ്ങോട്ട് വന്നത്? DNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് വന്നത്. സോ ഇവിടെ ഇപ്പോഴും ഒരു ലിങ്ക് ബാക്കിയുണ്ട്. എന്താണെന്ന് അറിയോ? ഈ DNA പോളിമറൈസിന് ദാറ്റ് നീഡ്സ് ആൻ RNA പീസ് ടു ഇനീഷ്യേറ്റ്. ഒരു ചെറിയൊരു RNAയുടെ ഒരു പീസ് വേണം എന്തിന്? ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് നമ്മൾ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കാം. വാട്ട് ഈസ് ദാറ്റ് തിങ്? യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു DNA ഉണ്ടെന്ന് വിചാരിച്ചോ. സോ ദിസ് ഈസ് എ DNA ആൻഡ് DNAൻ്റെ ഒരു 5' to 3' ഉണ്ട്, 3' to 5' ഉണ്ട്. ആൻഡ് ഇവിടെ റെപ്ലിക്കേഷൻ നടക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് പറയാണ്, അപ്പോൾ റെപ്ലിക്കേഷൻ എപ്പോഴും തുടങ്ങുന്നത് എവിടെയായിരിക്കും? 3' എൻഡിലായിരിക്കും റെപ്ലിക്കേഷൻ തുടങ്ങുക, നിങ്ങൾക്കറിയാം അല്ലേ? സോ നമ്മുടെ എൻസൈം ഡയറക്റ്റ്ലി വന്നിട്ട് ഇതിന് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞി പീസ് ഓഫ് RNA ഇനീഷ്യലി നീഡഡ് ആണ്. ദർ ഇസ് എ സ്മോൾ പീസ് ഓഫ് RNA വരും. RNA വന്നതിന് ശേഷം മാത്രമാണ് എന്തുണ്ടാവുന്നത്? ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. സോ ഈ ചെറിയ പീസ് ഓഫ് RNA ഉണ്ടായി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെ DNA ഉണ്ടായി വരും. സോ ഇനീഷ്യലി ഒരു ചെറിയ സ്മോൾ ഹെൽപ്പ്, അതായത് ഒന്ന് ഒരു ചെറിയൊരു പുഷ് സ്റ്റാർട്ട് തരണം, ചെറുതായിട്ട് ഒന്ന് തള്ളി തരണം. ആര് തള്ളി കൊടുക്കണം? RNA തള്ളി കൊടുക്കണം. കാരണം എന്താ? നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മളൊക്കെ വലിയ കുഞ്ഞു കുട്ടികളായിരിക്കുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ നമ്മുടെ അമ്മ പുറകിൽ നിന്നിട്ട് ഒന്ന് തള്ളിത്തരും അല്ലേ? കാരണം അത് എവല്യൂഷനാണ്. അമ്മയാണ് കുട്ടിയെ തള്ളിവിടുന്നത്. അതുപോലെ DNAയുടെ അമ്മയായിട്ട് അല്ലെങ്കിൽ DNAയുടെ മുൻഗാമിയായിട്ടുള്ള ആൾ RNA ആണ് DNA ഒന്ന് തള്ളി കൊടുക്കുന്നത്. ഒരു DNAയുടെ സിന്തസിസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു തള്ളു കിട്ടണം. ദർ ഷുഡ് ബി എ ഒരു തള്ളു വരണം. സോ ഈ സ്മോൾ പീസ് ഓഫ് RNAനെ വിളിക്കുന്ന പേരാണ് RNA പ്രൈമർ എന്ന് വിളിക്കും. വി വിൽ കോൾ ഇറ്റ് ആസ് RNA പ്രൈമർ എന്ന് വിളിക്കും. സോ ഇത് ഔട്ട് ഓഫ് NCERT ആണ്. ബേസിക്കലി മനസ്സിലാക്കുക, ദിസ് ഈസ് ഔട്ട് ഓഫ് NCERT, ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഒരു പ്രൈമറിൻ്റെ നീഡ് അവിടെ ഉണ്ട് എന്നുള്ള കാര്യം മാത്രം ഇപ്പോൾ മനസ്സിലാക്കുക. ബാക്കി അപ്പോൾ പഠിക്കും ഫസ്റ്റ് ഇയർ മെഡിക്കൽ കോളേജിൽ. നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾ എല്ലാവരും മെഡിക്കൽ കോളേജിൽ എത്തില്ലേ? നിങ്ങൾ എല്ലാവരും മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ നെക്സ്റ്റ് ഇയർ മെഡിക്കൽ കോളേജിൽ നിന്ന് നിങ്ങൾ ഈ സാധനം നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചെടുക്കും. സോ ദിസ് ഈസ് വാട്ട് ഈസ് റോൾ ഓഫ് RNA ഇൻ റെപ്ലിക്കേഷൻ. ആൻഡ് ജസ്റ്റ് ലാസ്റ്റ് തിങ്, ദ പ്രോസസ് ഓഫ് റെപ്ലിക്കേഷൻ. നിങ്ങൾക്ക് ഒരുപാടൊന്നും പഠിക്കാനില്ല അല്ലേ? സോ ഫസ്റ്റ് എന്തായിരിക്കും റെപ്ലിക്കേഷനിൽ ആദ്യം എന്തായിരിക്കും നടക്കുക? ആദ്യം സെല്ലിൻ്റെ സിന്തസൈസ് ഫേസിൽ S ഫേസിൽ സെല്ലെത്തണം അല്ലേ? DNA എപ്പോഴാണ് മൾട്ടിപ്ലൈ ചെയ്യുക? DNA മൾട്ടിപ്ലൈ ചെയ്യുന്നത് S ഫേസിലാണ്. S ഫേസിൽ എത്തണം സമയത്ത് ഫസ്റ്റ് അത് എത്തണം. അത് കഴിഞ്ഞിട്ട് എൻസൈം വരും. ഹൂ ഇസ് ദ എൻസൈം? എൻസൈമിൻ്റെ പേരെന്താ? എൻസൈമിൻ്റെ പേര് ദാറ്റ് ഈസ് DNA ഡിപ്പെൻഡൻറ്റ്. ഒരു പ്രാവശ്യം കൂടി പറയാം, DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ് വരും. DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ് വരും. DNA ഡിപ്പെൻഡൻറ്റ് RNA പോളിമറൈസ് അല്ല, DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് വരും. ദ എൻസൈം വരും. ആൻഡ് എൻസൈം ആരെ കണ്ടുപിടിക്കും? എൻസൈം വിൽ ഐഡന്റിഫൈ ദ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനെ എൻസൈം കണ്ടുപിടിക്കും. എൻസൈം വിൽ ബി ഐഡന്റിഫൈങ് ദ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ദ ഫസ്റ്റ്
ഫസ്റ്റ് സ്റ്റെപ്പ് ആട്ടോ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ വരുമ്പം ദർ വിൽ ബി എ ഫോർമേഷൻ ഓഫ് റെപ്ലിക്കേഷൻ ഫോർക്ക് ഉണ്ടാവും. ഫോർമേഷൻ ഓഫ് റെപ്ലിക്കേഷൻ ഫോർക്ക്. റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു അല്ലേ? എന്താ പഠിച്ചത്? ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനകത്ത് ചില ബോണ്ടുകൾ പൊട്ടിയിട്ട് ദാറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു ലൈക്ക് ദിസ്, ഇങ്ങനെ അകന്നു വരും, ഒരു ഓപ്പൺ അപ്പ് സ്പേസ് ഉണ്ടാവും. സോ ദാറ്റ് ഈസ് ഫോർമേഷൻ ഓഫ് റെപ്ലിക്കേഷൻ ഫോർക്ക് ഉണ്ടാവും. റെപ്ലിക്കേഷൻ ഫോർക്ക് വന്നു കഴിഞ്ഞാൽ ദർ വിൽ ബി സിന്തസിസ് ഉണ്ടാവും. ദർ വിൽ ബി സിന്തസിസ് ഓഫ് ന്യൂ സ്ട്രാൻഡ് ഉണ്ടാവും. ന്യൂ സ്ട്രാൻഡ് രണ്ട് രീതിയിലാണ് ഉണ്ടാവുക. എങ്ങനെയാണ് ഉണ്ടാവുക? ഒരു രീതിയിൽ ഒരു സ്ട്രാൻഡിൽ കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും, അടുത്ത സ്ട്രാൻഡിൽ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും. ഡിസ്കണ്ടിന്യൂസ് സിന്തസിസ് ആൻഡ് കണ്ടിന്യൂസ് സിന്തസിസ്, രണ്ട് രീതിയിൽ പുതിയ സ്ട്രാൻഡുകൾ ഫോം ചെയ്തു വരും. സോ ഇത്രയേ ഉള്ളൂ സാധനങ്ങൾ. ആൻഡ് ഇവിടെ നമുക്കറിയാലോ, പുതിയ ഒരു പോളിമർ, പുതിയ എന്ത് സാധനം ഉണ്ടാക്കണമെങ്കിലും വി നീഡ് എനർജി. വി നീഡ് വാട്ട്? എനർജി വേണം. പുതിയ എന്ത് സാധനം ഉണ്ടാക്കണമെങ്കിലും എനർജി വേണോ വേണ്ടയോ? യെസ്, പുതിയ എന്ത് സാധനം ഉണ്ടാക്കണമെങ്കിലും എനർജി വേണം. സോ ഫ്രം വെയർ വി ആർ ഗെറ്റിംഗ് എനർജി, ഇതാണ് ഇതിൻ്റെ ഒരു ലാസ്റ്റത്തെ പോയിന്റ്. യു ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. നമ്മൾ എനർജി കിട്ടുന്ന സാധനത്തിൻ്റെ പേര് ATP എന്നാണ്. ഓക്കെ, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ATP? ഫുൾ ഫോം ഓഫ് ATP ഏതാണ്? ATPയുടെ ഫുൾ ഫോം എന്താണ്? ആരാ പറഞ്ഞു തരാം? ATPയുടെ ഫുൾ ഫോം എന്താണ്? ആരാ പറഞ്ഞു തരാം? ATPയുടെ ഫുൾ ഫോം എന്താണ്? യെസ്, വെരി ഗുഡ്. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? അഡെനിൻ അല്ലെങ്കിൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്നാണ് അല്ലേ? സോ ഇങ്ങോട്ട് നോക്കിക്കോ, വളരെ പ്രധാനപ്പെട്ട സാധനം കേട്ടോ. ATP എന്താണെന്ന് പറഞ്ഞു തരുന്ന സാധനമല്ലേ? ഭയങ്കര പ്രധാനപ്പെട്ടതല്ലേ? ലോജിക്കാണ്, കൺസെപ്റ്റാണ്, മനസ്സിലാക്കേണ്ട സാധനമാണ്. സോ നോക്ക്, വാട്ട് ഈസ് അഡിനോസിൻ? എന്താണ് അഡിനോസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കണം, ഒരു അഡനിൻ നൈട്രോജൻ ബേസ്. അഡനിൻ എന്ന് പറഞ്ഞാൽ നൈട്രോജൻ ബേസ് ഉണ്ടാവും. ഈ അഡനിൻ എന്ന് പറഞ്ഞ നൈട്രോജൻ ബേസ് ഒരു പെൻറ്റോസ് ഷുഗറിൻ്റെ മുകളിൽ, എന്തിൻ്റെ പുറത്ത്? ഒരു പെൻറ്റോസ് ഷുഗറിൻ്റെ മുകളിൽ ആഡ് ചെയ്തിരിക്കും. സോ അഡനിനും ഒരു പെൻറ്റോസ് ഷുഗറും കൂടെ കൂട്ടിച്ചേർന്നിട്ടുള്ള ഒരു ന്യൂക്ലിയോസൈഡാണ് ഇവൻ. ദിസ് ഈസ് എ ന്യൂക്ലിയോസൈഡ്. ആണോ അല്ലയോ? യെസ്, ദിസ് ഈസ് എ ന്യൂക്ലിയോസൈഡ് ആണ്. ഈ ന്യൂക്ലിയോസൈഡിൻ്റെ പുറത്ത് 3 ഫോസ്ഫറസ് ആറ്റംസ്, 3 ഫോസ്ഫേറ്റ് ആറ്റംസ് ഉണ്ട്. ഓക്കെ, സോ ഞാൻ സിമ്പിളായിട്ട് ഞാനൊരു അഡെനോസിൻ ട്രൈഫോസ്ഫേറ്റ് വരയ്ക്കാം. സോ ദിസ് ഈസ് അഡെനോസിൻ. ജസ്റ്റ് മനസ്സിലാക്കുക, അഡെനോസിൻ ആണെന്ന് വിചാരിക്കുക. സോ ഇത് അഡനിനാണ്. അഡനിൻ്റെ പുറത്ത് ഒരു പെൻറ്റോസ് ഷുഗർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു പെൻറ്റോസ് ഷുഗറും കൂടി അറ്റാച്ച് ചെയ്തിട്ട്, ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് സ്ട്രക്ചർ. ഓക്കെ, പെൻറ്റോസ് ഷുഗറിൻ്റെ പുറത്ത് ഒരു അഡനിൻ വരുമ്പോൾ ദാറ്റ് ഈസ് അഡിനോസിൻ ആയി മാറും. ദാറ്റ് ഈസ് ബിക്കമിങ് അഡിനോസിൻ. ഇനി ഇതിൻ്റെ പുറത്തേക്ക് 3 ഫോസ്ഫറസ്, 1 2 3 ഫോസ്ഫറസ്, 3 ഫോസ്ഫറസ് ആറ്റംസ് അവിടെ അറ്റാച്ച് ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഈസ് ATP. ഇനി ATPൻ്റെ രണ്ടാമത്തെ ബോണ്ട്, ദിസ് ഈസ് ഫസ്റ്റ് ബോണ്ട്, സെക്കൻഡ് ബോണ്ട്, തേർഡ് ബോണ്ട്, 3 ഫോസ്ഫേറ്റ് ബോണ്ടുകളുണ്ട്. സോ അതിനകത്ത് ഈ രണ്ടാമത്തെ ബോണ്ട് ആൻഡ് മൂന്നാമത്തെ ബോണ്ട്, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ദീസ് ആർ വെരി ഹൈ എനർജി ബോണ്ട്സ്. ആൻഡ് വാട്ട് വിൽ ബി ഒക്കറിംഗ് ഇസ് ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഈ സാധനം ഇങ്ങോട്ടേക്ക് വരും. ഈ സാധനം ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ട് സോ ഈ രണ്ടാമത്തെ ബോണ്ട് ഇങ്ങനെ ബ്രേക്ക് ആവും, മൂന്നാമത്തെ ബോണ്ട് ഇങ്ങനെ ബ്രേക്ക് ആവും. സോ ഭയങ്കര ഹൈ എനർജി ഉണ്ടായിരുന്ന ബോണ്ട് ബ്രേക്ക് ആവുന്ന സമയത്ത് ദിസ് എനർജി വിൽ ബി റിലീസ്ഡ് ഔട്ട്. ഈ എനർജി എന്താവും? ഈ എനർജീനെ റിലീസ് ചെയ്യും പുറത്തേക്ക്. ദിസ് എനർജി എന്ത് ചെയ്യും? കണക്ഷൻ കട്ടാവുന്നുണ്ടോന്നോ? ഇല്ലല്ലോ, കണക്ഷൻ കട്ടാവുന്നില്ലല്ലോ. ദിസ് ഈസ് ഗോയിങ് വെരി വെൽ. ഓക്കെ, സോ ഈ എനർജീനെ റിലീസ് ചെയ്യും. സോ ദിസ് എനർജി ഉപയോഗിച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? DNA പോളിമറൈസേഷൻ നടക്കുന്നത്. സോ ഇവിടെ നോക്ക്. സോ ഇവിടെ നിന്ന് 2 ഫോസ്ഫേറ്റ് ആയാണ്. ഈ ഫോസ്ഫേറ്റ് ആറ്റത്തിനെ റിമൂവ് ചെയ്യും. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഈ 2 ഫോസ്ഫേറ്റ് ആറ്റത്തിനെ ദാറ്റ് വിൽ ബി റിമൂവ്ഡ്. ആ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അതിനെ റിമൂവ് ചെയ്ത് വിടും. സോ ആ റിമൂവ് ചെയ്യുന്ന സമയത്ത് എനർജി റിലീസ് ചെയ്യും. ആ എനർജി ഉപയോഗിച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഇതിൻ്റെ DNA പോളിമറൈസേഷൻ, DNA പുതിയ ചെയിൻ ഉണ്ടായി വരുന്നത്. സോ ആൻഡ് ബാക്കി ഇവിടെ എന്ത് ബാക്കി ഉണ്ടാവും? യു ഹാവ് ടു സീ ദാറ്റ് തിങ്. അതിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇത്ര സാധനം ഉണ്ടാവും. അതായത് ഒരു ന്യൂക്ലിയോസൈഡിൻ്റെ കൂടെ ഒരു ഫോസ്ഫേറ്റ് കൂടി ചേർന്ന സാധനം ബാക്കി ഉണ്ടാവും. ദാറ്റ് വിൽ ബി എ ന്യൂക്ലിയോടൈഡ് ഉണ്ടാവും. ന്യൂക്ലിയോടൈഡ് അവിടെ റിമെയിൻ ചെയ്ത് നിൽക്കും. സോ ഇനീഷ്യലി ആരാണ് വരുന്നത്? ഇനീഷ്യലി ദാറ്റ് വിൽ ബി കമ്മിങ് ഇസ് എ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് വരുന്നത് എന്തെങ്കിലും. സോ ഇപ്പോൾ സപ്പോസ് ദിസ് ഈസ് അഡിനോസിൻ. നിങ്ങളിപ്പോൾ അഡിനോസിൻ ATPനെ പറ്റി പറഞ്ഞു. അടുത്ത ഫേമസ് ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ആര് പറയാം? GTP. വാട്ട് ഈസ് GTP? നോക്കി ആലോചിച്ച് നോക്ക്. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ദിസ് ഈസ് വാട്ട് ഈസ് ഗാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. ആണോ അല്ലയോ? സോ ഗ്വാനോസിൻ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ആലോചിച്ചേക്ക്, ഒരു ഗ്വാനിനുണ്ട്, അതിൻ്റെ പുറത്ത് ഒരു എന്തുണ്ട്? ഒരു പെൻറ്റോസ് ഷുഗർ ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് 1 2 3 ഫോസ്ഫേറ്റ് മോളിക്യൂൾസ് ഉണ്ട്. സോ ദിസ് ഈസ് ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഞാൻ പറഞ്ഞു, ഈ ബോണ്ടിനെയും പൊട്ടിച്ച് കഴിഞ്ഞാൽ ദാറ്റ് വിൽ റിലീസ് എനർജി. ഈ എനർജി വെച്ചിട്ട് നമ്മളിവിടെ പോളിമറൈസേഷൻ നടത്തും. വി വിൽ ബി ഡൂയിങ് ദ പോളിമറൈസേഷൻ. ആൻഡ് ബാക്കിയുള്ള ഈ സാധനം ദാറ്റ് വിൽ ബിക്കം എ ഗ്വാനിൻ ന്യൂക്ലിയോടൈഡ്. will become a guanine nucleotide ആയിട്ട് അത് അങ്ങോട്ടേക്ക് ആഡ് ചെയ്യും. ഓക്കെ, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. സോ NCERT-യിൽ വളരെ ഫേമസ് ആയിട്ട് വളരെ കണ്ണിങ് ആയിട്ട് പറഞ്ഞു വെച്ചൊരു സെൻറ്റൻസ് ഉണ്ട്. വാട്ട് വാസ് ദാറ്റ് സെൻറ്റൻസ്? യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ന്യൂക്ലിയോസൈഡ്, ഈ സെൻറ്റൻസ് കണ്ടോ? ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് will act as substrate
as well as energy source. നിങ്ങൾ നോക്ക്, ഇത് കറക്റ്റ് സെൻറ്റൻസ് ഇങ്ങനെയല്ല, ഇതാണ് സെൻറ്റൻസ്. അതായത് ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്, എന്ത് ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് ആയാലും, ഇപ്പോൾ തൈമിൻ ആവാം, യുറാസിലാവാം, അങ്ങനെ എന്ത് സാധനമാവാം, ഈ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് അതാണ് എന്തായിട്ട് വർക്ക് ചെയ്യുന്നത്, സബ്സ്ട്രേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുക, ബിൽഡിംഗ് യൂണിറ്റ്സ്, ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഈ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് ആണ്. അതുപോലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എനർജിയും കിട്ടും. ആ സെക്കൻഡ് ആൻഡ് തേർഡ് ഫോസ്ഫേറ്റ് ബോണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്ത് കിട്ടും, എനർജിയും കിട്ടും. ഗെറ്റിംഗ് മീ? ആർ യു അണ്ടർസ്റ്റാൻഡിംഗ്? Is there any confusions? Confusions ഒന്നും ഇല്ലാന്ന് വിചാരിക്കുകയാണ്. സോ ഐ ആം ജസ്റ്റ് ഗോയിങ് ടു അവർ NCERT ടെക്സ്റ്റ് ബുക്ക്. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലേക്ക്, നമ്മുടെ ബൈബിളിലേക്ക് നമ്മൾ പോവാണ്. ആൻഡ് ഐ ഹാവ് ലോഡഡ് ദ NCERT ടെക്സ്റ്റ് ബുക്ക് ഓൾസോ ഫോർ അവർ ക്ലാസ്. ഓക്കെ, സെപ്പറേറ്റ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. സോ ഇങ്ങോട്ട് നോക്ക്, NCERT ടെക്സ്റ്റ് ബുക്കും കൂടി വായിച്ചിട്ട് നമ്മൾ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. സോ ദിസ് ഈസ് വാട്ട് ഈസ് റെപ്ലിക്കേഷൻ. ഐ തിങ്ക് ലൈക്ക് നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആവുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് അറിയോ? ഒരുപാട് ഫാക്കൽറ്റീസ് വന്നിട്ട് നിങ്ങൾ ഒരുപാട് സാധനങ്ങൾ പഠിക്കും, ചന്നം, പിന്നെ ഒരുപാട് സാധനങ്ങൾ പഠിപ്പിക്കും. ഇത് ലോഡാവുന്നില്ലല്ലോ, ഇപ്പോൾ ലോഡായി വരും കേട്ടോ, ഒരു സെക്കൻഡ്. സോ ഒരുപാട് സാധനങ്ങൾ പഠിപ്പിക്കും. ഇതെല്ലാം കൂടി പഠിക്കാൻ നോക്കുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ആവുക. ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ആൻഡ് ഐ എം ടെല്ലിങ് അത്ര പെർസെൻറ്റേജ് പറയുന്നത് അറിയോ? 100% ഞാൻ നിങ്ങളോട് പറയാണ്, ഇതിൻ്റെ പുറത്തുനിന്ന് ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും ചോദിക്കില്ല. ഇതിൻ്റെ പുറത്തുനിന്ന് ഇല്ല ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും ചോദിക്കില്ല. സോ ജസ്റ്റ് ആലോചിച്ച് നോക്കുക, വൈൽ പ്രപ്പോസിംഗ് ദ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA, വാട്സൺ ആൻഡ് ക്രിക്ക് ഇമ്മീഡിയറ്റ്ലി പ്രപ്പോസ് ദ സ്കീം ഓഫ് റെപ്ലിക്കേഷൻ ഓഫ് DNA. അതാണ് ഒറിജിനൽ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഇസ് ഫോളോസ്. അവരുടെ കറക്റ്റ് ആയിട്ടുള്ള ഒറിജിനൽ സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. സോ ഇറ്റ് ഹാസ് നോട്ട് എക്സ്പ്രസ് ദാറ്റ് സ്പെസിഫിക് പെയറിംഗ് ഹൗ പോസ്റ്റുലേറ്റഡ് ഇമ്മീഡിയറ്റ്ലി സജസ്റ്റഡ് എ പോസിബിലിറ്റി ഓഫ് കോപ്പിംഗ് മെക്കാനിസം ഓഫ് ദ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നുണ്ട്. ആൻഡ് അവർ പറഞ്ഞത് വാട്സൺ ആൻഡ് ക്രിക്ക് ഒരുമിച്ചാണ്. ഇയർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. യു ഹാവ് ടു മാർക്ക് ദാറ്റ് തിങ്. 1953 ആണ്. ആൻഡ് ദ സ്കീം സജസ്റ്റഡ് ദാറ്റ്, നിങ്ങൾ പഠിച്ച സാധനമല്ല, 2 strands would separate and act as template for synthesis of new complementary strands. After the completion of replication, each DNA molecule would have one parental strand and one newly synthesized strand. This scheme was termed as semi-conservative mode of DNA replication. This is known as what? Semi-conservative mode of DNA replication. Just ഒന്ന് ആലോചിച്ച് നോക്കിയേ. This is simple ആയിട്ടുള്ള കാര്യമാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് അബൌട്ട് ദ എക്സ്പെരിമെന്റൽ പ്രൂഫ് ഞാൻ പോകുന്നില്ല. ആൻഡ് വൺ തിങ് ഐ വിൽ ബി ഷോയിങ്, ദിസ് ഈസ് ദ NCERT 2021 ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. സോ ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എക്സ്പെരിമെന്റൽ പ്രൂഫിനകത്ത് വരുമ്പോൾ ഫസ്റ്റത്തത് മാത്യു മെസൽസൺ ആൻഡ് ഫ്രാങ്ക്ലിൻ സ്റ്റാൾ ആണ്. ഐ ടോൾഡ് യു ദാറ്റ് ഈസ് ഹാപ്പനിങ് 5 years later, 1958 ആണ്. ആൻഡ് അവർ ചെയ്തത് 2 N15 മീഡിയത്തിൽ വളർത്തിയ ഒരു ഈക്കോളൈനെ ഇതുപോലെ സെൻട്രിഫ്യൂഗ് ചെയ്യുകയാണ്. സോ സെൻട്രിഫ്യൂഗ് ചെയ്ത് ലൈക്ക് മിക്സ് ചെയ്തു, N14 ഇട്ടു, അവർ മിക്സ് ചെയ്തു, 2 ബാൻഡ് കിട്ടി എന്നുള്ള എക്സ്പെരിമെന്റ് ആണ്. ഐ തിങ്ക് ലൈക്ക് യു വിൽ ബി മേഡിങ്. ആൻഡ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു വാക്ക് ഇവിടെ പറയാനുണ്ട്. ഇവർ സെൻട്രിഫ്യൂഗ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച മീഡിയം ദിസ് വൺ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡോണ്ട് സ്കിപ്പ് ദിസ് തിങ്. ദാറ്റ് ഈസ് സീഷ്യം ക്ലോറൈഡ് ബേസ്ഡ് ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ്. നിങ്ങൾ നോക്ക്, സെൻട്രിഫ്യൂഗേഷന് സീഷ്യം ക്ലോറൈഡ് ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ്, ആ സാധനം, ആ വാക്ക് കൊടുത്തിരിക്കണം. ദിസ് ഈസ് ദ മെത്തേഡ് ദേ വെർ യൂസിങ്. ആ സീഷ്യം ക്ലോറൈഡ് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. യു ഡോണ്ട് ഫോർഗെറ്റ് ദിസ് തിങ്. ഓക്കെ, സോ ഐ ഹോപ്പ് യു ആർ അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, ഇവിടെ ചെറിയൊരു പാരഗ്രാഫിൽ 2 കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. വെരി സിമിലർ എക്സ്പെരിമെന്റ് ഇൻവോൾവിംഗ് ദ റേഡിയോ ആക്റ്റീവ് തൈമിഡിൻ. ഇത് നിങ്ങൾ സാധാരണ വിട്ടുപോകുന്ന ഒരു സാധനമാണ്, അതുകൊണ്ട് പറയാണ് റേഡിയോ ആക്റ്റീവ് തൈമിഡിൻ വെച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആരാ നടത്തിക്കൊണ്ടിരുന്നത്? പെർഫോംഡ് ഓൺ വിസിയ ഫാബ ഓർ അതർവൈസ് ഫാബ ബീൻസ് ബൈ ടൈലർ ആൻഡ് കൊളീഗ്സ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 1958 സെയിം ഇയറിലാണ് നടത്തിയത്. ആൻഡ് അവരും ഓൾസോ പ്രൂവ് ചെയ്തത് ഇതാണ്, സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റെപ്ലിക്കേഷൻ ആണ്. ആൻഡ് ജസ്റ്റ് കം ടു ദ മെഷീനറി ആൻഡ് എൻസൈം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈക്വളി വെച്ചിട്ടാണ് അവർ പറയുന്നത് replication requires a set of catalyst, ഒരു set of enzymes ആവശ്യമുണ്ട്. and this enzyme referred to as, what is the name of the enzyme? ഞാൻ പറഞ്ഞു DNA dependent DNA polymerase ആണ്. ഇതിന്റെ ലോജിക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർത്തിരിക്കുക. since it is uses a DNA as template to catalyze the polymerization of deoxyribonucleotides. ഓക്കെ, നിങ്ങൾ കാണും ന്യൂക്ലിയോടൈഡ്സ് എങ്ങനത്തെ ന്യൂക്ലിയോടൈഡ്സ് ആണ്? deoxyribonucleotides ആണ്. റൈബോന്യൂക്ലിയോടൈഡ്സ് അല്ല, RNA അല്ല, DNA ആണെന്ന് മാത്രമാണ് പറഞ്ഞത്. ആൻഡ് ഫൈനലി നിങ്ങൾ നോക്കുക, നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് നോക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ദീസ് എൻസൈംസ് ആർ ഹൈലി എഫിഷ്യൻറ്റ് എൻസൈംസ് ആൻഡ് അവർക്ക് ഭയങ്കര സ്പീഡിൽ പോളിമറൈസേഷൻ നടത്തണം. ആൻഡ് ഓൾസോ ഇൻ എ വെരി ഷോർട്ട് ടൈം. ഭയങ്കര സ്പീഡിൽ നടത്തേണ്ട ആവശ്യമുണ്ട്, ഭയങ്കര ആക്യുറസിയും കൂടി വേണം. ഈക്വളിക്ക് എത്രയുണ്ട്? 4.6 × 10⁶ BP ആണ്. ഇതൊക്കെ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ, പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ ഓർത്ത് വെക്കണം. ആൻഡ് കമ്പയർ വിത്ത് ദ ഹ്യൂമൻ ഹൂസ് ഹാവിംഗ് ഡിപ്ലോയിഡ് സെല്ലിന് 6.6 × 10⁻⁹ കംപ്ലീറ്റ് ദാറ്റ് പ്രോസസ് ഓഫ് റെപ്ലിക്കേഷൻ വിത്തിൻ 18 minutes. 18 minutesലാണ് ഈക്വളിയുടെ റെപ്ലിക്കേഷൻ നടക്കുന്നത്. റെപ്ലിക്കേഷൻ്റെ ടോട്ടൽ ടൈം എടുക്കുന്നത് 18 minutes എടുക്കും എന്നുള്ള സാധനമുണ്ട്. ഇത് വെച്ചിട്ടൊരു സിമ്പിൾ ട്രിക്ക് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് പിന്നീട് ഒരു സമയത്ത് നിങ്ങൾക്കത് പറഞ്ഞുതരാം. ഓക്കെ, ടെമിനിസം ആണോ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ?
ഫെമിനിസം അതിലേക്ക് പോകണ്ട. ഞാൻ പറഞ്ഞില്ല എൻ സി ആർ ടിയിൽ മാത്രം നിൽക്കുക, എൻ സി ആർ ടിയിൽ എന്താണുള്ളത് അത് മാത്രം പഠിക്കുക, ഒരുപാട് ഔട്ട് പോകണ്ട. ആൻഡ് ദ ആവറേജ് റേറ്റ് ഓഫ് പോളിമറൈസേഷൻ ടു ബി അപ്രോക്സിമേറ്റ്ലി 200 ബേസ് പെയർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 200 ബേസ് പെയറിനെയാണ് ചെയ്യുക. ആൻഡ് നോട്ട് ഓൺലി ഡു ദിസ് പോളിമറൈസ് ഫാസ്റ്റ് ബട്ട് ദേ ഓൾസോ ഹാവ് ടു കാറ്റലൈസ് ഇൻ എ റിയാക്ഷൻ വിത്ത് ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി. ഇത് ജസ്റ്റ് ആലോചിച്ച് നോക്കിയേ, ആക്യുറസി ഇല്ലാതെ വളരെ വളരെ സ്പീഡിൽ നടക്കുകയാണ്, അതിനകത്ത് മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ദാറ്റ് വിൽ ബി ലീഡിങ് ടു മ്യൂട്ടേഷൻ, ദാറ്റ് വിൽ ബി ലീഡിങ് ടു ജനറ്റിക് ചേഞ്ചസ്. അതുകൊണ്ട് വളരെ ആക്യുറേറ്റ് ആയിരിക്കണം. ഇതൊക്കെ തള്ളാട്ടോ, ബേസിക്കലി ദർ ഇസ് നോ പോയിന്റ് ഇൻ ദാറ്റ് തിങ്. ജസ്റ്റ് തള്ളി പോകണം എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക്. അവരിങ്ങനെ പറയാണ് ഭയങ്കര സ്പീഡിൽ നടക്കും, പക്ഷേ ഭയങ്കര ആക്യുറസിയിലും കൂടി നടക്കുന്ന പറയാണ്. ആൻഡ് എനി മിസ്റ്റേക്ക് ഡ്യൂറിംഗ് ദ റെപ്ലിക്കേഷൻ വുഡ് റിസൾട്ട് ഇൻ ടു മ്യൂട്ടേഷൻസ്. എന്ത് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാലും എന്തുണ്ടാവും? ദർ വിൽ ബി മ്യൂട്ടേഷൻസ് ഉണ്ടാവും. ആൻഡ് എനർജറ്റിക്കലി ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത സാധനമാണ്. എനർജറ്റിക്കലി റെപ്ലിക്കേഷൻ ഇസ് എ വെരി എക്സ്പെൻസീവ് പ്രോസസ്. ഈ എക്സ്പെൻസ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദർ ഈസ് ഫോർമേഷൻ ഓഫ് റെപ്ലിക്കേഷൻ ഫോർക്ക്. നമ്മളത് പറഞ്ഞില്ലേ തീറ്റ മോഡൊക്കെ ഇല്ലേന്നോ? എന്താണ് ആദില ഷെരീനൊക്കെ പറയുന്നത്? സോ ഇത് ഇത്രയും ഒന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരുപാട് ഞാൻ പറഞ്ഞത് സംഭവം എന്ന് വെച്ചാൽ ദിസ് ഈസ് പ്രോകാരിയോട്ടിക് റെപ്ലിക്കേഷൻ. ഇനി യൂകാരിയോട്ടിക് റെപ്ലിക്കേഷൻ വന്ന് നിങ്ങൾ ഫസ്റ്റ് ഇയർ മെഡിക്കൽ കോളേജിലെത്തി പഠിക്കുമ്പോൾ അവിടെ ആൽഫ, ബീറ്റ, ഗാമ, തീറ്റ, ഡെൽറ്റ എന്നൊക്കെ പറഞ്ഞ എൻസൈംസും ഓരോ എൻസൈംസിനും ഓരോ പേര്, ഹെലിക്കേസ്, ഗൈറേസ് എന്നൊക്കെ പറഞ്ഞ പുതിയ എൻസൈംസ് ഒരുപാട് സാധനങ്ങളുണ്ട്. ജസ്റ്റ് റിമെമ്പർ ദിസ് തിങ്. നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. ആൻഡ് ഓൾസോ എയിംസിനും നീറ്റ് തന്നെയാണ് എക്സാം. പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് എയിംസ് മോഡൽ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനങ്ങൾ പഠിപ്പിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു എയിംസ് മോഡലൊന്നുമില്ല. എയിംസിന് നീറ്റ് തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ വരുള്ളൂ. ഡോണ്ട് സ്റ്റഡി എനിത്തിങ് ഔട്ട് ഓഫ് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക്. നിങ്ങൾക്ക് ഏതെങ്കിലും സാറ് കുറച്ച് ഔട്ട് ഓഫ് എൻ സി ആർ ടി തന്നിട്ടുണ്ടെങ്കിൽ ആ ബുക്ക് എടുത്തങ്ങ് മാറ്റി വയ്ക്കുക. കത്തിച്ച് കളയണമെന്നൊന്നും ഞാൻ പറയില്ല, എടുത്തങ്ങ് മാറ്റി വയ്ക്കുക. നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ പഠിക്കാൻ പറ്റും. അതുകൊണ്ട് കാരണം അതൊന്നും ഇവിടെ യൂസ്ഫുൾ അല്ല. ഇവിടെ യൂസ്ഫുൾ ആയിരിക്കുന്നത് എൻ സി ആർ ടി മാത്രമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബുക്ക് എടുത്ത് വെച്ചത്. അല്ലെങ്കിൽ നിങ്ങൾ പറയും സാറൊന്നും പറഞ്ഞില്ല, സാറ് ഉടായി പറക്കിയിട്ട് പോയെന്ന് പറയും. അതുകൊണ്ടാണ് സോ no mistake in that thing. You have to follow only NCERT textbook. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഇവിടെ നോക്ക്, ദിസ് ഈസ് ദ സ്റ്റേറ്റ്മെന്റ് ഐ വാസ് ടെല്ലിംഗ്. deoxyribonucleoside triphosphate. See that thing, deoxyribonucleoside triphosphate serve a dual purpose. എന്തൊക്കെയാണ് രണ്ട് പർപ്പസുകൾ? ഒരു പർപ്പസ് ഇൻ അഡീഷൻ ഓഫ് ആക്ടിങ് ആസ് സബ്സ്ട്രേറ്റ്. ഫസ്റ്റത്തെ പർപ്പസ് ഇറ്റ് ഈസ് ആക്ടിങ് ആസ് സബ്സ്ട്രേറ്റ് എന്നുള്ളതാണ്. രണ്ടാമത്തത് ദേ പ്രൊവൈഡ് എനർജി ഫോർ പോളിമറൈസേഷൻ. ഞാൻ പറഞ്ഞു അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റും ഗുവാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഒക്കെ സബ്സ്ട്രേറ്റ് ആയിട്ട് വർക്ക് ചെയ്യും, അത് എനർജി പ്രൊവൈഡ് ചെയ്യും. ഐ എക്സ്പ്ലെയിൻ ദിസ് തിങ്, ക്ലിയർ ദാറ്റ് ഐ എക്സ്പ്ലെയിൻ ദിസ് തിങ്, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് നോക്ക്, same as in case of ATP. നോക്ക്, the terminal phosphorylation deoxyribonucleotide is a high energy phosphate. ഞാൻ പറഞ്ഞു രണ്ട് എൻഡിലുള്ള ടെർമിനൽ രണ്ട് എൻഡുകൾ. നോക്ക്, the two terminal phosphates in deoxyribonucleoside triphosphates are high energy, same as in case of ATP പോലെ തന്നെ ഹൈ എനർജി ആണെന്നുള്ള കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താണ്. ഐ ഹോപ്പ് യു ആർ അണ്ടർസ്റ്റാൻഡിങ്. ആൻഡ് ഇവിടെ പറയുന്നത് ഇൻ അഡീഷൻ DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് അല്ലാതെ മെനി അഡീഷണൽ എൻസൈംസ് ആർ റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ പ്രോസസ് ഓഫ് റിപ്ലിക്കേഷൻ വിത്ത് ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി. ഇവിടെ മെനി എന്ന് മാത്രമേ പറയുന്നുള്ളൂ, ഗൈറേസിനോ ഹെലിക്കേസിനോ വേറെ എക്സാമ്പിൾസ് ഒന്നും പറയുന്നില്ല. പഠിക്കണ്ട, ഞാൻ പറയുന്നത് പഠിക്കണ്ട എന്ന് തന്നെയാണ്. പഠിക്കണ്ട, ഒരു സംശയവും വേണ്ട, എൻ സി ആർ ടി മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഇനി നോക്ക്, ഫോർ ലോങ് DNA molecule since the two strands of the DNA cannot be separated in entire length. കേൾക്ക്, ഞാൻ പറഞ്ഞ അതേ സാധനം എൻ സി ആർ ടി കിടക്കുന്നതാണ്. the two strands of DNA ഒരുമിച്ച് എൻറ്റയർ ലെങ്ത്തിൽ എടുക്കാൻ പറ്റില്ല. വൈ? ഡ്യൂ ടു വെരി ഹൈ എനർജി റിക്വയർമെന്റ്. ഞാൻ പറഞ്ഞു എല്ലാ ബോണ്ടും പൊട്ടിക്കണമെങ്കിൽ ഭയങ്കര ഹൈ എനർജി റിക്വയർമെന്റ് ഉണ്ട്. അവിടെ the replication occur within a small opening of the DNA helix that is referred as replication fork. replication fork എന്തിനു വേണ്ടിയിട്ടാണ് ഫോം ചെയ്യുന്നതെന്നുള്ള കാര്യം എൻ സി ആർ ടി കിടക്കുന്നുണ്ട്. നോക്ക്, ലൈൻ ബൈ ലൈൻ എൻ സി ആർ ടി മാത്രം പഠിക്കുക, ലൈൻ ബൈ ലൈൻ എൻ സി ആർ ടി മാത്രം പഠിക്കുക. റെപ്ലിക്കേഷൻ ഫോർക്ക് ഉണ്ടാവുന്നത് എനർജി കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്മോൾ ഓപ്പണിംഗ് മാത്രത്തിലേ റെപ്ലിക്കേഷൻ നടക്കത്തുള്ളൂ. ക്ലിയർ ആണോ? ഈസ് ദാറ്റ് ക്ലിയർ? ഞാൻ കുറച്ച് റൂഡായിട്ട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ഞാൻ റൂഡായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദിസ് ഈസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ അടിവരായിട്ട് പറയാണ്, ദിസ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. ഇതിൻ്റെ പുറത്ത് നിങ്ങൾ ഒരു സാധനം പോലും പഠിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ക്ലിയർ ദാറ്റ്? ഓക്കെ, 20,000 സർ, ദർ വാസ് എ മിസ്റ്റേക്ക്. സോ 2,000 ബേസ് പെയർ. ഓക്കെ, ഞാൻ കണ്ടു, ഞാൻ മേളിൽ പറഞ്ഞതല്ലേ, ഇഫ് ദാറ്റ് ഇസ് എ മിസ്റ്റേക്ക് ദാറ്റ് ഇസ് എ മിസ്റ്റേക്ക്. എൻ സി ആർ ടിയിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് കേട്ടോ. ആൻഡ് ദ DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് കാറ്റലൈസ് ദ പോളിമറൈസേഷൻ. സീ ദാറ്റ് തിങ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ, ദാറ്റ് ഈസ് 5' to 3' ഡയറക്ഷൻ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ഓൺലി ദിസ് എൻസൈം, എനി എൻസൈം ഓഫ് ദ ജനറ്റിക്സ് ഈസ് വർക്കിംഗ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ക്ലിയർ ആണോ? ഈസ് ദാറ്റ് ക്ലിയർ ഗൈസ്? ഈസ് ദാറ്റ് ക്ലിയർ ഗൈസ്? ആൻഡ് ദിസ് ക്രിയേറ്റ്സ് സം അഡീഷണൽ കോംപ്ലിക്കേഷൻ. നിങ്ങൾ നോക്ക്, ദിസ് ക്രിയേറ്റ് സം അഡീഷണൽ കോംപ്ലിക്കേഷൻ. ഞാൻ പറഞ്ഞു, ഈ റെപ്ലിക്കേഷൻ ഫോർക്കും ഒരു സിംഗിൾ ഡയറക്ഷനും ഉള്ളത്
ഉള്ളത് കൊണ്ട് അവിടെ എന്തുണ്ടാവുന്നുണ്ട്, ചില അഡീഷണൽ കോംപ്ലിക്കേഷൻസ് ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് ദാറ്റ് തിങ് നിങ്ങൾ മനസ്സിലാക്കുക. ഓൺ വൺ സ്ട്രാൻഡ് ദ ടെംപ്ലേറ്റ് വിത്ത് polarity 3' the replication is continuous, while on the other strand the template with the polarity 5' the process is discontinuous. The discontinuously synthesized fragments later joined by the enzyme DNA ligase. ഞാൻ പറഞ്ഞു this is the molecular glue DNA ligase. Is that clear guys? Is that clear? And നോക്ക്, the DNA polymerase on their own cannot initiate the process of replication. DNA polymerase സ്വന്തമായിട്ട് replication process initiate ചെയ്യാൻ പറ്റില്ല. Also the replication does not initiate randomly at any place. ഏതെങ്കിലും ഒരു സ്ഥലത്ത് തുടങ്ങാൻ പറ്റില്ല. രണ്ട് കാര്യങ്ങളാണ്, തനിയെ തുടങ്ങാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു സ്ഥലത്ത് തുടങ്ങാൻ പറ്റില്ല. തുടങ്ങാൻ വേണ്ടിയിട്ട് there is origin of replication വേണം. ആൻഡ് തനിയല്ല തുടങ്ങുക, വാട്ട് വിൽ ബി there will be a primer ആഡ് ചെയ്യുന്നുണ്ട്. ദിർ ഇസ് ഞാൻ പറഞ്ഞത് NCERT പറയാതെ പറഞ്ഞു വെച്ചിട്ടൊരു പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പ്രൈമർ എന്നുള്ള സാധനം കനോട്ട് ഇനീഷ്യേറ്റ്, ഒറ്റയ്ക്ക് തുടങ്ങാൻ പറ്റില്ല. അവിടെ തുടങ്ങണമെങ്കിൽ ആര് വേണം, ഒരു RNA സഹായം വേണം. ദാറ്റ് ഈസ് ദ നീഡ് ഓഫ് RNA പ്രൈമർ. NCERT അവിടെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പറയാതെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ പറഞ്ഞത്. നമ്മൾ ഇത്രയും പോയിന്റ് അല്ലാതെ വേറെ ഒരു പോയിന്റ് പോലും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യില്ല എന്ന് ഞാനിവിടെ ഉറപ്പിച്ച് പറഞ്ഞാണ്. ബിക്കോസ് ദ റിക്വയർമെന്റ് ഓഫ് ദ ഒറിജിൻ ഓഫ് replication, that piece of DNA is needed to be propagated during the recombinant DNA procedures. ഞാൻ പറഞ്ഞത് ഈ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ബയോടെക്നോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ഒറിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാസ്മിഡ് DNA നമ്മൾ ഡിസൈഡ് ജീനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഒറി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് നമ്മൾ എന്തിനാ ചെയ്യുന്നത്, ഈ പ്ലാസ്മിഡ് DNA സാധനത്തിന് ട്രാൻസ്ഫർ ചെയ്യുന്നത്, നമ്മൾ ഡിസൈഡ് ജീൻ. ഇപ്പോൾ ഇൻസുലിൻ വേണമെങ്കിൽ ഇൻസുലിൻ എടുത്തിട്ട് ഒരു പ്ലാസ്മിഡിൽ ഇടുന്നത് അവിടെ ഒരു ഒറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒറി ഇല്ലെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്യില്ല എന്നുള്ള കാര്യം ബയോടെക്നോളജി ആയിട്ട് കോറിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ആൻഡ് ദ വെക്ടേഴ്സ് ആർ പ്രൊവൈഡ് ദ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ. ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഒരു വെക്ടർ വേണ്ടത്. വെക്ടർ എന്ത് ചെയ്യും, ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ ഗൈസ്? ഈസ് ദാറ്റ് ക്ലിയർ ഗൈസ്? ഇനി നോക്ക്, ഫർദർ നോട്ട് എവറി ഡീറ്റെയിൽ ഓഫ് റെപ്ലിക്കേഷൻ ഈസ് അണ്ടർസ്റ്റുഡ് വെൽ. ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്ര ഡീറ്റെയിൽ ആയിട്ടും നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. ആൻഡ് ഇൻ യൂക്കാരിയോട്സ്, നിങ്ങൾ കേൾക്കുക, ഇൻ യൂക്കാരിയോട്സ് ദ റെപ്ലിക്കേഷൻ ഓഫ് DNA ടേക്ക് പ്ലേസ് അറ്റ് എസ് ഫേസ് ഓഫ് ദ സെൽ സൈക്കിൾ. ഞാൻ പറഞ്ഞു സിന്തസിസ് ഫേസിലാണ് റെപ്ലിക്കേഷൻ നടക്കുക. ദ റെപ്ലിക്കേഷൻ ഓഫ് DNA സെൽ ഡിവിഷൻ ഷുഡ് ബി ഹൈലി കോർഡിനേറ്റഡ്. നമുക്ക് DNAയുടെ റെപ്ലിക്കേഷനും സെൽ ഡിവിഷനും ഹൈലി കോർഡിനേറ്റഡ് ആയിരിക്കണം. എസ് ഫേസിൽ DNA റെപ്ലിക്കേഷൻ നടന്നിട്ട് എം ഫേസിൽ അത് മൈറ്റോസിസ് ഓ മിയോസിസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയി പോകേണ്ടതുണ്ട്. എ ഫെയിലിയർ ഇൻ സെൽ ഡിവിഷൻ ആഫ്റ്റർ DNA റെപ്ലിക്കേഷൻ റിസൾട്ട് ഇൻ പോളിപ്ലോയിഡി. നമ്മൾ പഠിച്ചിട്ടുണ്ട് കുറേ ഡിഫറെൻറ്റ് സെറ്റ്സ് വരുന്നത്. 23 സെറ്റിന് പകരം അല്ല 23യുടെ 2 സെറ്റിന് വരാം, 23യുടെ 3 സെറ്റ് വരാം, 23യുടെ 4 സെറ്റ് വരാം. സോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പോളിപ്ലോയിഡി എന്ന് വിളിക്കുക. ആൻഡ് യു വിൽ ലേൺ ദ ഡീറ്റെയിൽസ് ദാറ്റ് തിങ്. ഇത്ര സാധനങ്ങൾ മാത്രമാണ് NCERT പറഞ്ഞിട്ടുള്ളത്. NCERT അടുത്തത് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. സോ ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്തത് നിങ്ങളുടെ എക്സ്പെരിമെൻ്റൽ പ്രൂഫ് മാത്രമാണ്. സോ ഐ ഹോപ്പ് യു ആർ അണ്ടർസ്റ്റാൻഡിങ് ദിസ് തിങ്. നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. സോ വൺ മോർ തിങ്, ലൈക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങളോട് പറയാനുണ്ട് ഈ സെഷൻ തീരുന്നതിന് മുന്നേ തന്നെ. സോ ദാറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റെപ്ലിക്കേഷൻ. ഞാനത് ഐ തിങ്ക് ലൈക്ക് ഐ ഹാവ് എക്സ്പ്ലെയിൻ ദാറ്റ് തിങ്. എൻ്റെ കഴിവിൻ്റെ പരമാവധി നിങ്ങളെ സഹായിക്കുക എന്നുള്ള രീതിയിൽ ഞാനത് മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ വിൽ ഷോ യു എ ഫോട്ടോ. ഒരു ചെറിയ ഫോട്ടോ കൂടി നിങ്ങളെ കാണിച്ചു തന്നിട്ട് ഐ വിൽ സ്റ്റോപ്പ് ദിസ് സെഷൻ. ഓക്കെ, ചെറിയൊരു ഫോട്ടോ കൂടി കാണിച്ചു തന്നിട്ട് ഞാൻ നിങ്ങളെ സെഷൻ നിർത്താൻ പറ്റും. സോ ഇത് നിങ്ങളെ കാണിച്ചു തരുന്നതിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ഇത് ആരുടെയും കൈയല്ല, എൻ്റെ കൈയാണ്. കേട്ടോ, ഈ വാച്ചും ആ വാച്ചൊക്കെ സെയിം ആണ്. ഇത് ലാസ്റ്റ് വീക്കിൽ ഞാൻ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് എന്നെ പിക്ക് ചെയ്യാൻ വന്നപ്പം റാൻഡമായിട്ട് ക്ലിക്ക് ചെയ്തെടുത്തൊരു ഫോട്ടോയാണ്. അതെന്തിനാന്ന് വെച്ചാൽ ഇതുപോലത്തെ ലൈവ് സെഷൻസ് വരുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം എടുത്തതാണ്. ജസ്റ്റ് ബിക്കോസ് ഇഫ് ഐ ക്യാൻ ഹോൾഡ് ദിസ് സ്റ്റെതസ്കോപ്പ് ലൈക്ക് ദാറ്റ്, അത്ര പ്രൗഡായിട്ട്, അത്ര അഹങ്കാരത്തോടു കൂടി, അഹങ്കാരം എന്നല്ല പറയുക, അഭിമാനത്തോടു കൂടി എനിക്ക് ഈ സ്റ്റെതസ്കോപ്പ് എൻ്റെ കയ്യിലിങ്ങനെ മുറുക്കി പിടിച്ചിട്ട് എനിക്കിങ്ങനെ ഹോസ്പിറ്റലിലെ വരാന്തയിൽ കൂടി നടക്കാനും പുറത്തിറങ്ങാനും ഇതുപോലെ നാട്ടുകാരെ നിങ്ങളെ കാണിച്ചു തരാനും വേണ്ടിയിട്ട് എനിക്ക് സ്റ്റെതസ്കോപ്പ് ഇങ്ങനെ പിടിച്ച് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റും. കാരണം എന്താ വെച്ചാൽ ഇതൊന്നും അറിയാതെ, ഇത് നിങ്ങൾ ഈ പറയുന്നത് പോലെ ക്ലാസ്സുകളോ ഓൺലൈൻ ലെക്ചേഴ്സോ സാധനങ്ങളോ ഒന്നും ഇല്ലാതെ തനിയെ ഇരുന്ന് പഠിച്ചിട്ട് സാധാ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ട് അത്ര ബ്രില്യൻ്റ് ഒന്നും അല്ലാത്ത എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, മെഡിക്കൽ കോളേജിൽ എത്തിയതിന് ശേഷം എനിക്ക് ഇത്രയും പഠിക്കാനും ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ റിയലി ഡൂ ദാറ്റ് എന്നുള്ളതാണ്. ഞാനാണ് ഇതിനുള്ള ഏറ്റവും വലിയ പ്രൂഫ്. ഇഫ് ഐ ക്യാൻ യു ക്യാൻ എന്നുള്ളതാണ്. എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റും. അതിനുള്ള ലിവിങ് എവിഡൻസ് ആണ് ഞാൻ. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി. ആൻഡ് വൺ തിങ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, സ്റ്റഡി ഓൺലി NCERT ടെക്സ്റ്റ് ബുക്ക്. NCERT ടെക്സ്റ്റ് ബുക്ക് അല്ലാത്ത ഒരു സാധനം പോലും പഠിക്കരുത്. എനിക്കറിയാം എൻ്റെ സാറ് എനിക്ക് എൻട്രൻസിന് എത്രത്തോളം ഔട്ട് ഓഫ് NCERT നോട്ട് തന്നിട്ടുണ്ടെന്നുള്ളത്. കെട്ട് കണക്കിനുണ്ടായിരുന്നു ഈ ഇതിൻ്റെയൊക്കെ നോട്ട്, റെപ്ലിക്കേഷൻ്റെയൊക്കെ. NCERT ആകെ കുറച്ച് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. പ്ലീസ് ഡു റിമെമ്പർ, NCERT ഇല്ലാത്തതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. സോ ദാറ്റ് ഈസ് ഇറ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ്. ആൻഡ് ഇതൊക്കെ ലൈക്ക് ഇത് എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലാണ്. എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ നോക്കാൻ വേണ്ടിയിട്ട് dr.ashiq
സൈനുദ്ദീൻ എന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഫീൽ ദാറ്റ് തിങ്, യു ക്യാൻ ഗെറ്റ് മൈ ഇൻസ്റ്റാ പ്രൊഫൈൽ. ഇൻസ്റ്റയിൽ വേണം നിർബന്ധമില്ല. ആൻഡ് ബാക്കി സാർ എന്തിൻ്റെ ഡോക്ടറാണ്, കഥ പറയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കഥയൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻസ്റ്റയിൽ ലൈവിൽ വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. സംഡേ ഐ വിൽ ബി കമ്മിങ്. ഞാൻ ഇതുവരെ ലൈവിൽ അങ്ങനെ വന്നിട്ടില്ല. ഐ വിൽ ബി കമ്മിങ്. ആൻഡ് വാട്ട് നെക്സ്റ്റ്, ഞാൻ ഇതിൻ്റെ തേർഡ് പാർട്ട് ടുമോറോ അറ്റ് 4:30 ആണ് ഞാൻ വിചാരിക്കുന്നത്. ടുമോറോ അറ്റ് 4:30 ഐ വിൽ ബി കമ്മിങ്. ആ ലൈവിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ആയിരിക്കും. ദാറ്റ് വിൽ ബി ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ദാറ്റ് വിൽ ബി ദ തേർഡ് പാർട്ട് ഓഫ് ദിസ് സെഷൻ. ആൻഡ് ഈ സെഷൻ വരുമ്പോൾ കുറച്ചും കൂടി പാർട്ടിസിപ്പേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഐ വിൽ ബി മോർ ഹാപ്പി. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ ബീങ് വിത്ത് യു. ഇടയ്ക്ക് കണക്ഷൻ പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കുറേ ആളുകൾ ഇപ്പോഴും ഉള്ളത്. സോ താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ആൻഡ് നമ്മൾ ഇനിയിപ്പോൾ എപ്പോഴാണ് കാണാം? നാളെ ടുമോറോ അറ്റ് 4:30 ഞാൻ കാണാമെന്ന് വിചാരിക്കുകയാണ്. എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ അപ്ഡേറ്റ് ഇടും. ആൻഡ് ഓൾസോ മൈ മൊബൈൽ നമ്പർ ഞാൻ ഷെയർ ചെയ്യാം. യു ക്യാൻ ആസ്ക് മീ ഓൾസോ. 8891416337 എന്നുള്ളതാണ് എൻ്റെ മൊബൈൽ നമ്പർ. യു ക്യാൻ വാട്സ്ആപ്പ് മീ ആൻഡ് ഓൾസോ യു ക്യാൻ ആസ്ക് മീ ഇൻ ദ ഇൻസ്റ്റാഗ്രാം ഓൾസോ. ഐ വിൽ ബി കമ്മിങ്. സോ വാച്ച്, ഷെയർ, സപ്പോർട്ട്, സബ്സ്ക്രൈബ്. ഡോണ്ട് ഫോർഗെറ്റ്. ബൈ ബൈ. ഓൾ ദ ബെസ്റ്റ് ആൻഡ് വിൽ സീ യു ഓൺ ദ നെക്സ്റ്റ് ലൈവ് സെഷൻ.